I invite Aparna Priya from English for the prayer. Aparna. സംഗീതമേ ദേവസ്നേഹമേ ഇന്നുമിന്നും നിൻ സ്നേഹം ചൊരിയണമേ സ്നേഹാർദ്രസംഗീതമേ ഏതോ ഇരുളിൽ കര കാണാതെ നിന്നെ കരകയറ്റിടണമേ ഏതോ ഇരുളിൽ കര കാണാതെ എന്നെ കരകയറ്റിടണമേ ജീവനാഥായ സർവേശ്വര സ്നേഹാർദ്രസംഗീതമേ ദേവസ്നേഹമേ ഇന്നുമിന്നും നിൻ സ്നേഹം ചൊരിയണമേ സ്നേഹാർദ്രസംഗീതമേ. Thank you, Aparna. Next, I invite Dr. Asha. ഹലോ, ഗുഡ് ഈവനിങ് ആൾ. കേൾക്കാമോ? ഹീര കേൾക്കാമോ? പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഡോക്ടർ സാജൻ സർ, ഞാൻ മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തേക്കണേ, പെട്ടെന്ന് വന്നത് കൊണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് കാണാൻ വയ്യ. ഓക്കെ. ഹീര ടീച്ചർ, സരിത ടീച്ചർ, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് 5 days ICT സ്കിൽസ് ബ്രിഡ്ജ് കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ICT സ്കിൽസ് നമുക്കറിയാം കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് പീരീഡിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ICT സ്കിൽസിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കാനൊക്കെ ചെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു. അതിനേക്കാൾ ഉപരി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക വൃത്തിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരാൾ ഈ പുതിയ കാഴ്ചപ്പാട്, ഈ പുതിയ കാലത്തിന് അനുയോജ്യമായ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരെ ഐകിഡ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് നമ്മളെക്കാളധികം ICT സ്കിൽസ് ഉള്ളവരാണ്. അപ്പോൾ അത്തരം ഒരു വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യേണ്ട അധ്യാപകർ എന്നുള്ള നിലയിൽ ഈ മാതിരി കാര്യങ്ങളിൽ ICT എനേബിൾഡ് ടീച്ചിങ് ലേണിംഗ് പ്രൊസീജിയറിൽ നിങ്ങൾ വളരെ കോമ്പിറ്റൻ്റ് ആകേണ്ടത് അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ബ്രിഡ്ജ് കോഴ്സ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ കുറേ സ്കിൽസ് ഒക്കെ ഉള്ളവരാണ്. എനിക്ക് എൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ കുട്ടികളെ തന്നെ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അവർക്കൊരു വർക്ക് കൊടുത്തിരുന്നു. അവർ ഒരുപാട് എക്യുപ്പ് ചെയ്തു, ഒരുപാട് സ്കിൽസ് ഇതിനോടകം തന്നെ അവർ നല്ലൊരു പ്രസൻറ്റേഷൻ, ഒരു ഡിജിറ്റൽ ആൽബം ഒക്കെ നന്നായി ചെയ്തു. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് അതൊക്കെ പഠിച്ചതെന്ന്. അപ്പോൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പക്ഷെ ഇന്നത്തെ ഈ സ്കിൽ പ്രോഗ്രാമിൽ, ഈ 5 ദിവസത്തെ പ്രോഗ്രാമിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി പല കാര്യങ്ങളും പല ക്ലാസ്സിലെ കുട്ടികളും, കോമേഴ്സുകാരായാലും ഫിസിക്കൽ സയൻസുകാരായാലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്കിൽ പോലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിൻ്റെ ഒരു ലേണിംഗ് നടത്തുന്നത് നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇത് ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങളെ കെൽപ്പുള്ളവരായിരിക്കും, ആക്കി മാറ്റും. അപ്പോൾ ആ ഒരു ഉള്ളത് കൊണ്ട് എല്ലാവരും ഇതിനകത്ത് കൃത്യമായി പങ്കെടുത്ത് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ സാറും അനിൽ സാറും നമ്മുടെ അലൂമിനികളാണ്. അനിൽ എന്ന് പറയുന്ന സാറും സാജൻ സാറും ഒക്കെ നമ്മുടെ അലൂമിനികൾ തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ഓപ്പണായിട്ട് സാറോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. SD കോളേജിൽ സാറായാലും ഇവരുടെ ഒരു ടീമാണ്. അപ്പം അതുകൊണ്ട് വളരെ ഓപ്പണായിട്ട് നിങ്ങളിതിന് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ലൊരു ഇൻറ്ററാക്റ്റീവ് മോഡിൽ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സ്റ്റഡികൾ കൊണ്ടുപോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കോഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. സാജൻ, ഓൾ ദി ബെസ്റ്റ്.
Thank you all. Thank you, teacher. Next, I would like to introduce the speaker of the day, Dr. K.S. Sargent. Dr. Sargent is working as Assistant Professor of Education, Research Center Education, NSS Ottapalam. He also serves as lecturer in Natural Science at NSS Training College, Srinagar Education, Marcus Training College, and also works in education at HM Training College. He had completed MSc in Zoology, MA in Sociology, MA in Education Technology, MPhil and PhD in Zoology. He had published more than 30 research works. He delivered different topic, education technology, and youth mobile phones at Akashvani. He acted as research for the 50 faculty development programs organized by HRDCs, GFCs, and other organizations. I welcome you, sir, to this one-day orientation program. Thank you. സ്റ്റുഡൻസ് എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 39 ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ അസറ്റ് ടീച്ചറും പീരിയഡ് ടീച്ചറും ഞാനും അടക്കമാണ് മെമ്പേഴ്സിനെ കാണുന്നത്. ഇനിയും ജോയിൻ ചെയ്യാനുണ്ടോ ടീച്ചർ? സാറേ, അവര് എനിക്ക് തോന്നണേ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ചിലർക്കുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലർ ഹോസ്റ്റലേഴ്സും ഒക്കെ ആയിട്ട് ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ സാർ സ്റ്റാർട്ട് ചെയ്തോളൂ, അവര് വഴിയെ ജോയിൻ ചെയ്തോളൂ. 3-4 പേരും കൂടി. ഓക്കെ സാർ. അല്ലെങ്കിൽ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ടാണ്. അപ്പോ 4:15 കഴിഞ്ഞല്ലോ. സാർ സ്റ്റാർട്ട് ചെയ്തല്ലോ. നമുക്ക് പക്ഷെ ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. കുഴപ്പമില്ല. ടീച്ചർ ആശ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ട് കുട്ടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കുട്ടികളെയൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇരിക്കുന്ന പൊസിഷൻ പ്രസന്റബിൾ ആണെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യണം. ഇപ്പോൾ വേണ്ട, കാരണം ഇപ്പോൾ നിങ്ങളത് ഓൺ ചെയ്താലും എനിക്ക് കാണാൻ കഴിയില്ല. ഞാനും ഇവിടെ പുതിയ സിറ്റുവേഷനിൽ പുതിയ നെറ്റ്വർക്കിൽ ഞാൻ അഡാപ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ചില ചെറിയ ലാഗുകൾ ഉണ്ടാകാം. പിന്നെ യു പീപ്പിൾ ആർ സോ യങ് ആൻഡ് അവരെ വിളിക്കുന്ന പേര് ഡിജിറ്റൽ നാറ്റീവ്സ് എന്നാണ്. ജനിച്ച് വീണത് തന്നെ ഒരു ഡിജിറ്റൽ വേൾഡിലേക്കാണെന്നുള്ളതാണ്. ഹിര ടീച്ചർ, ഞാൻ ഒരു അക്കൗണ്ടിൽ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ആക്സെപ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ വിളിക്കുന്ന ഒരു പേര് ഡിജിറ്റൽ നാറ്റീവ്സ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം അത് ഇന്ത്യയെ സംബന്ധിച്ച് 1990 ശേഷം ജനിച്ച ആൾക്കാരെയാണ് അങ്ങനെ വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഓക്കെ. ദെൻ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇത് ടീച്ചർ ഒരു വർക്ക് തരുന്നു. ആ വർക്ക് എങ്ങനെയെങ്കിലും കണ്ടക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഗുരു എന്ന് പറയുന്നത് മിക്കവാറും ഗൂഗിൾ ആയിരിക്കും. ഗൂഗിൾ ഈസ് എ ഗുരു. ഗൂഗിൾ ആവില്ല, അതിലൂടെ പിന്നെ നിങ്ങൾ പോയിട്ട് പിന്നെ എത്തുന്നത് യൂട്യൂബിലാവും. യൂട്യൂബിലത്തെ ചില വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യുന്നു ഹൗ ടു ഡു, അങ്ങനെയുള്ള സെർച്ച് ചെയ്യാം. ഹൗ ടു ഡു ദിസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുപടി നെറ്റിലുണ്ടാവും. അത് നിങ്ങൾ നോക്കുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നു. പിന്നെ പണ്ടൊക്കെ ഒരു ചെറിയ പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ ടീച്ചർ പറഞ്ഞത് ഒരു ആൽബമാണ് അല്ലെങ്കിൽ പ്രസന്റേഷനാണ്, ഒരു ആൽബമോ പ്രസന്റേഷനോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പണ്ടൊക്കെ മിനിമം ഒരു ലാപ്ടോപ്പ് ഒക്കെ വേണമായിരുന്നു. ഇപ്പോഴും കുറച്ച് പ്രായമുള്ള ഒരു 40+ ഒക്കെ ഉള്ള ആൾക്കാരോട് ഒരു പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർ പറയും, അയ്യോ അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ, നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ലല്ലോ, കൊണ്ടുവന്നിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ +2 പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് അത് പറഞ്ഞാൽ ആ കുട്ടി അപ്പം തന്നെ ഒരു മൊബൈൽ എടുത്ത് അതിൽ വർക്ക് തുടങ്ങും. സെക്കൻഡ്. ടീച്ചർ ജോയിൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കണം കേട്ടോ. അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് സാറേ, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ എക്കോ ഉണ്ടാവും, അതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ.
നൗ ഐ റിക്വസ്റ്റ്, എൻ്റെ ക്യാമറ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടാവും, അല്ല 2 അക്കൗണ്ടിൽ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളും ഒന്ന് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് ക്യാമറകൾ ഓൺ ചെയ്യുക, പ്രസന്റബിൾ ആണെങ്കിൽ. യെസ്, എനിക്കിപ്പോ ഐശ്വര്യ, അജിത്, അഞ്ജു, ആതിര, ഹീര ടീച്ചർ 2 അക്കൗണ്ടിലുണ്ടോ തോന്നുന്നില്ല, ജ്വാല, ജ്യോതിശ്രീ, കാർത്തിക, വിവേക്, വാണി. ഒരു പാഠശാല കാണുന്നുണ്ടല്ലോ. ശ്യാമലി. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ക്യാമറ ഓൺ ആക്കിയാലും ക്യാമറ ഇവിടേക്ക് എത്തിയില്ല. നെറ്റ് കുറവാ, സൗണ്ട് വരുന്നില്ല. അപ്പൊ ഇപ്പോ ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എനിക്കിപ്പോ ഏതാണ്ട് നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് സ്ട്രെങ്ത്. യെസ്, ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ പറയുന്നത് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കാതെ വെറുതെ യെസ്, അതിലേക്ക് കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായി. യെസ്, ഓക്കെ. ആൻഡ് ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കണ്ടല്ലോ, അപ്പൊ അതിരെ പറയുന്നത് എനിക്ക് മനസ്സിലായി. റൈറ്റ്, അതിരെ മൈക്ക് ഓൺ ചെയ്തില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിരെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അതിരെന്നോട് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കാനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോൾ 2 ക്യാമറയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോ എനിക്ക് തോന്നുന്നു അപർണ ഇരിക്കുന്നത് ലാപ്ടോപ്പിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ് ആണെങ്കിൽ ഒന്നിനോട് ചെയ്യും അല്ലേ? അതോ മൊബൈൽ ഫോൺ തിരിച്ചു വെച്ചതാണോ? ലാപ്ടോപ്പിലാണ്. ഓക്കെ, അതിലെയും ലാപ്ടോപ്പിൽ, അല്ല അപർണ ലാപ്ടോപ്പിലാണെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, പക്ഷെ ഞാൻ കേട്ടു. ആൻഡ് എന്നുവെച്ചാൽ എനിക്ക് ചോദിച്ച വശം തന്നെ റെസ്പോൺസ് കിട്ടാൻ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അതിന് പോയിട്ട് കിട്ടണേക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താ അറിയോ? ഒരു 1.5 GB ഡാറ്റയിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും തീർന്നു പോകും. അപ്പൊ ഇപ്പൊ തന്നെ ഓൾറെഡി 1.5 GB ഡാറ്റയിൽ കുറെ ഡാറ്റ തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ വൈഫൈയും പിന്നെ ഡാറ്റ അഡിക്വേറ്റും ആയിട്ടുള്ളവരെ മാത്രം ഒന്ന് നെറ്റ് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ മറ്റൊരു പ്രിക്കോഷൻ പറയട്ടെ. ഞാൻ സാധാരണ, നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ അറിയില്ല, ടീച്ചേഴ്സ് കുറച്ച് പേര് മുന്നേ ഉണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടാവും. അപ്പോൾ മിക്കവാറും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് 2-3 മണിക്കൂർ എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നു ഞാൻ എൻ്റെ നാറ്റീവ് പ്ലേസിൽ ഇരിക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ അത് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പോൾ ഇന്നലെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ ഇൻവെർട്ടർ ഇല്ല. അപ്പോൾ ഇൻവെർട്ടർ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സപ്ലൈ പോയാൽ അപ്പോൾ വൈഫൈ കട്ടാവും. പിന്നെ ഞാൻ മൊബൈലിൽ കണ്ടിന്യൂ ചെയ്യും. റൈറ്റ്, മൊബൈൽ ഡാറ്റയിൽ കണ്ടിന്യൂ. അപ്പോൾ മൊബൈൽ ഡാറ്റ ആകുമ്പോൾ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ 4G എന്നൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ സിഗ്നൽ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് കറണ്ട് പോയാൽ ഉണ്ടാവും. ബാക്കി എൻ്റെ ഇന്റർനെറ്റ് സ്ട്രെങ്ത് അഡിക്വേറ്റ് ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് കേൾക്കാൻ. ദെൻ നമ്മൾ തുടങ്ങുന്നത്, നിങ്ങളിപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ആണെങ്കിലും ഞാൻ തുടങ്ങുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് തോന്നുമെങ്കിലും ചിലർക്കെങ്കിലും, അതിപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേ ഏജിലുള്ള കുട്ടികളുടെ ഇടയിൽ തന്നെ കുറച്ച് പേര് നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കും, ഐ മീൻ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കും. പക്ഷെ കുറച്ച് പേര് കുറേ ഡിലേ ചെയ്യും. അങ്ങനെ ഡിലേ ചെയ്യാനുള്ളൊരു കാരണം അവർക്ക് ഒന്നെങ്കിൽ ചെറുപ്പത്തിൽ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ കിട്ടിയിട്ടുണ്ടാവില്ല, മേ ബി. അല്ലെങ്കിൽ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അവർക്ക് അതിനുള്ള ഒരു സോഷ്യൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്ക് പറ്റാത്തതുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഡാറ്റ സ്ട്രെങ്ത് കുറഞ്ഞ് ലെഫ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പൊ ഒരാൾ ലെഫ്റ്റായി, നമ്മുടെ പാഠശാല ഇപ്പൊ ലെഫ്റ്റായി. എനിക്ക് തോന്നുന്ന നെറ്റ്വർക്ക് പ്രശ്നം കാരണം ഇങ്ങോട്ട് നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ടീച്ചർ റെക്കോർഡ് ചെയ്ത വേർഷൻസ് നിങ്ങൾക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം പറയുന്ന കുറേ കാര്യങ്ങൾ മൊബൈൽ ഫോണിന്റെ ബേസ് ചെയ്തിട്ടാണ്.
മൊബൈൽ ഫോൺ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഇപ്പൊ തന്നെ ഓൺ ചെയ്തപ്പോൾ കണ്ടല്ലോ, 2 ലാപ്ടോപ്പ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നുള്ളൂ. ഒന്ന് അപർണയുടെയും ഒന്ന് ടീച്ചറുടെയും, സരിത ടീച്ചറുടെ. 2 പേരുടെ മാത്രം ലാപ്ടോപ്പായിട്ട് കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണിലാണെന്ന്. ടീര ടീച്ചർ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ? PC യിലാ സാറേ. അപ്പൊ 3 PC മാത്രമാണ്, എൻ്റെ അടക്കം 4 PC ആണ് ഇപ്പോൾ ഇവിടെയുള്ളൂ. പക്ഷെ നമ്മൾ 45 പേരുണ്ട്, കൂടുതൽ പേരും മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഫോണ് വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണ് ഇപ്പോൾ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ മൊബൈൽ ഫോണിലത്തെ കാര്യങ്ങൾ പറയാം. മൊബൈൽ ഫോണിലത്തെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ, മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അതിന്റെ ക്യാമറ ചിലപ്പോൾ കട്ടാവും, എന്നാലും മറ്റേ ക്യാമറ കാണും. ലാപ്ടോപ്പിലെ ക്യാമറ കാണാൻ വിചാരിക്കും. ക്ലിയർ? ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ. ഇത് മൊബൈൽ ഫോണിന്റെ സ്ക്രീനാണ്. നിങ്ങൾക്കത് ഫുൾ സ്ക്രീൻ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അതിൽ ഏതെങ്കിലും ഏരിയ പറയും. ഇപ്പൊ നിങ്ങൾ തന്നെ കാണുമ്പോൾ, ഈ എൻ്റെ ഫോണിന്റെ സ്ക്രീൻ കാണുമ്പോൾ അതിന്റെ മുകളിലെ സിഗ്നൽ സ്ട്രെങ്ത്, ഇത്ര പെർസെൻറ്റേജ് ബാറ്ററി പവർ എന്നൊക്കെ കാണാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ് താഴെ എത്ര പേര് ഇരിക്കുന്നുണ്ടെന്ന് കാണാം. ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ അത് കാണാം. പിന്നെ ഇവിടെ ഈ കാണുന്ന ഏരിയ ഒക്കെ ബ്ലാക്ക് കളറാണ്. നിങ്ങൾ ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് ഓൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഇത് വൈറ്റ് കളറായിരിക്കും. നിങ്ങൾ ആലോചിക്കേണ്ടാവും, ഇപ്പോൾ ബ്ലാക്ക് കളറായാലും എന്താ, വൈറ്റ് കളറായാലും എന്താ. പക്ഷെ ഇനിയുള്ള കാലത്ത് നമ്മൾ ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ, ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ, എന്ത് ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോഴും അത് ബ്ലാക്ക് കളറിൽ കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, ഇതിന്ന് വരുന്ന LED ലൈറ്റ്, ആ LED ലൈറ്റ് ഒരുപാട് സമയം നമ്മുടെ കണ്ണിലേക്ക് അടിക്കാൻ സ്ക്രീൻ ടൈം എന്ന് പറയും. ഈ സ്ക്രീൻ ടൈം വല്ലാതെ കൂടുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. കുറേയധികം കുട്ടികൾ ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് കണ്ണടകൾ ഉപയോഗിക്കാൻ തുടങ്ങി, സ്കൂൾ കുട്ടികൾ. കാരണം സ്കൂൾ കുട്ടികൾ ഇപ്പോൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ടിവിയുടെ സ്ക്രീനിലോ നോക്കിയിരിക്കുക. അപ്പൊ അതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ സെറ്റിങ്ങില് ഡിസ്പ്ലേയില് ഡാർക്ക് മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആക്കാം. മിക്കവാറും പുതിയ മൊബൈൽ പുതിയതല്ല, അതിലത്തെ ആൻഡ്രോയിഡ് പുതിയതാണെങ്കിൽ ഈ ഡാർക്ക് മോഡ് അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നവരൊന്ന് ചാറ്റ് ബോക്സിലെ yes എന്ന് ടൈപ്പ് ചെയ്യൂ, ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നവർ. അപ്പൊ എനിക്ക് ചാറ്റ് ബോക്സും ഇപ്പൊ കാണാം ഇൻ ബിറ്റ്വീൻ. കുറെ പേര് ഡാർക്ക് മോഡാണ് ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി പറയണം, ഡാർക്ക് മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഉണ്ട്, അത് എവിടെയൊക്കെ ആക്റ്റീവ് ആക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആക്റ്റീവ് ആക്കണം. വിവേക്, ദേവിക പ്രകാശ്, അനാമിക, എല്ലാവരും ഡാർക്ക് മോഡാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മുടെ ബ്രൈറ്റ്നെസ്സിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് പറയുന്നൊരു ഫീച്ചർ. എൻ്റെ സ്ക്രീൻ കട്ടായല്ലോ, കട്ടായിട്ടുണ്ടോ? അതവിടെ കിട്ടുന്നുണ്ടോ? ബ്ലാങ്ക് ആണ് സർ. യെസ്, അതെന്താണ് കാരണം? കുറച്ചു നേരം സെറ്റിങ്സിൽ ഇരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അഗൈൻ ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെറ്റിങ്സിൽ തന്നെ ഡിസ്പ്ലേയില് ബ്രൈറ്റ്നസിന്റെ അടുത്തായിട്ട് ചിലപ്പോൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഓണാക്കി വെക്കാം. ബ്രൈറ്റ്നസ് വല്ലാതെ കുറച്ച് വെക്കുന്നതും നല്ല ശീലമല്ല. കാരണം നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ വല്ലാതെ ഡയലേറ്റ് ചെയ്യും ആ ചെറിയ ലൈറ്റ് കാണാൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ലൈറ്റ് ഉള്ള ഒരു കാര്യം വരുമ്പോഴും നമുക്കത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു മിനിമം ലെവൽ ബ്രൈറ്റ്നസ്, സറൗണ്ടിങ്ങിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് അതിനുണ്ടാവണം. മറ്റൊരു പ്രത്യേകത കൂടി ചെയ്യാനുള്ളത്, അത് പല ഫോണുകളിൽ പല പേരാണ് എഴുതിയിട്ടുണ്ടാവുക. സാംസങ് ഫോണിൽ അതിന്റെ പേര് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നാണ്. എനിക്കറിയാം SNM കോളേജിൽ ഫിസിക്കൽ സയൻസ് ഉണ്ടെന്ന്. ഫിസിക്കൽ സയൻസിലെ കുട്ടികളോട് ഒരു ചോദ്യം, ലൈറ്റില് ഈ ലൈറ്റ് സ്പെക്ട്രത്തിലെ കളേഴ്സില് ഏത് കളറാണ് ഏറ്റവും ഡേഞ്ചറസ്? നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കളർ ഏതാണ്? കളർ സ്പെക്ട്രത്തില്
ഏത് കളറാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കളർ? ചാറ്റ് ചെയ്താലും മതി. റെഡ് എന്ന് കുറെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വിവേകും സ്റ്റെഫി ജെയിംസും ടൈപ്പ് ചെയ്തിട്ടുണ്ട് റെഡ്. കാരണം റെഡാണ് നമ്മൾ ഡേഞ്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന കളർ. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അപ്പോൾ അവിടെ കാണിക്കുന്ന കളറ് ഇതാണ്. സ്ക്രീൻ ഓഫ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ പോകണം അല്ലേ? അപ്പോൾ ഞാൻ സ്ക്രീൻ ടൈം കൂട്ടി വയ്ക്കാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ കളർ വിട്ടോളൂ, എന്താ പറയാ, വിസിബിൾ സ്പെക്ട്രം വിട്ടോളൂ. വിസിബിൾ സ്പെക്ട്രത്തിന് അപ്പുറത്തേക്കും താഴേക്കും മുകളിലേക്കും പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫിസിക്കൽ സയൻസുകാർ തന്നെ ചിലപ്പോൾ പറയുമായിരിക്കും, ഇൻഫ്രാ റെഡ് എന്നും അൾട്രാ വയലറ്റ്. യെസ്, അതിലേതാണ് ഡേഞ്ചറസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ? ഇനി ഇൻഫ്രാ റെഡ് ആണോ ഡേഞ്ചറസ്, അൾട്രാ വയലറ്റ് ആണോ ഡേഞ്ചറസ് ടു ഹെൽത്ത്? അപ്പോൾ അൾട്രാ വയലറ്റ് ആണെന്ന കാര്യം ഉറപ്പായി. കാരണം നമ്മൾ ടിവിയുടെ റിമോട്ടിലൊക്കെ എടുത്തിട്ട് ഇൻഫ്രാറെഡ് ലൈറ്റ് കുട്ടികൾ തന്നെ പരസ്പരം ചിലപ്പോൾ അടിച്ചാലും ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്കറിയാലോ, അതിൽ വരുന്ന ഇൻഫ്രാറെഡ് ആണ്, തീരെ ഡേഞ്ചറസ് അല്ല. ആ ഇൻഫ്രാറെഡിനോട് അടുത്ത വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന റെഡ് നമ്മുടെ ബോഡിക്ക് കാര്യമായിട്ടുള്ള ഹാനിയൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അങ്ങനെയല്ല അൾട്രാ വയലറ്റ്. അൾട്രാ വയലറ്റിനോട് അടുത്ത് നിൽക്കുന്ന ലൈറ്റ് നമ്മുടെ ബോഡിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൽ തന്നെ ആ അൾട്രാ വയലറ്റ് ലൈറ്റിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ലൈറ്റ് വയലറ്റ് ആണെങ്കിലും, വയലറ്റ് എന്ന് പറയുന്നൊരു കളറ് നമ്മുടെ ഡിസ്പ്ലേ നമുക്ക് തരുന്നില്ല. നിങ്ങൾക്കറിയാം ഈ കളറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അതിൽ ചില കളറുകളുടെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് വയലറ്റ് ഉണ്ടാവുന്നത്. അതിൽ വയലറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കളറിനെ ഫിൽട്ടർ ചെയ്ത് കളയുക എന്നതുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ ഇറിറ്റേഷൻ കുറയും എന്നുള്ളതാണ് ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകൾ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ മൊബൈൽ കമ്പനികൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വർക്കാണ് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നാണ് സാംസങ് പറഞ്ഞത് എങ്കിൽ റെഡ്മി ഫോണിലൊക്കെ അതിൻ്റെ പേര് റീഡിംഗ് മോഡ് എന്നാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഇവിടെയായിട്ട് കാണുന്ന എവിടെയെങ്കിലും ആയിട്ട് റീഡിംഗ് മോഡ് എന്ന് കാണും. ആ റീഡിംഗ് മോഡ് ഓൺ ആക്കുമ്പോഴും ആക്ച്വലി സംഭവിക്കുന്നത് ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓൺ ആവും. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓൺ ആകുമ്പോൾ ബ്ലൂ ലൈറ്റ് കുറച്ച് കട്ടായി പോയിട്ട് നമ്മുടെ സ്ക്രീൻ കുറച്ച് യെല്ലോയിഷ് ആയിട്ട് കാണും. ആ യെല്ലോയിഷ് ആയിട്ട് കാണുന്നത് കുറച്ച് ദിവസം നമ്മൾ കാണുമ്പോൾ, ആദ്യം കാണുമ്പോൾ ഒരു സുഖം കുറവ് ചിലപ്പോൾ തോന്നിയാലും കുറച്ച് ദിവസം കാണുമ്പോൾ അതാണ് ഭംഗി എന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ബ്ലൂ ലൈറ്റ് ഓൺ ആക്കാൻ തോന്നുകയില്ല. അപ്പൊ നമ്മൾ അതിൽ അഡാപ്റ്റഡ് ആവും. അപ്പൊ ആ റീഡിംഗ് മോഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓപ്പോ വിവോ ഫോണുകളിലൊക്കെ അതിന്റെ പേര് ഐ പ്രൊട്ടക്ഷൻ ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ എൻ്റെ കയ്യിലുള്ള 2 ഫോണ് സാംസങ്ങും റെഡ്മിയാണ്. അപ്പൊ അതിന്റെ ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. HTC സോണി തുടങ്ങിയ ഫോണുകളിൽ എന്താണ്, സോണി അല്ല നോക്കിയ തുടങ്ങിയ ഫോണുകളിലൊക്കെ എന്താണ് എൻ്റെ പേരെന്ന് അറിയില്ല. എന്നാലും ഈ ഒരു പേരുകളിൽ ബ്ലൂ ലൈറ്റ് കട്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. റീഡിംഗ് മോഡ്, ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ, ഐ പ്രൊട്ടക്ഷൻ തുടങ്ങിയ എന്തെങ്കിലും പേരിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ കുറച്ചധികം സമയം ഉപയോഗിച്ചാലും വലിയ ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ മാക്സിമം ഞാൻ ബ്ലാക്ക് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലൊരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും അവിടെയും പരമാവധി ബ്ലാക്ക് മോഡ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമൊക്കെ കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാഗ്രാമിലും ഡാർക്ക് തീം ഉണ്ട്. അപ്പൊ ആ ഡാർക്ക് തീം അവിടെ ഉപയോഗിക്കാം. ദെൻ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം അവിടെയാണല്ലോ. വാട്സപ്പ് എടുത്താൽ വാട്സപ്പിലും നമുക്ക് ഡാർക്ക് മോഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഡാർക്ക്, ഇവിടെ ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റർ എന്ന രീതിയിൽ മാറ്റാം. ഇനി അതല്ല നമ്മൾ ഒരു ഡോക്യുമെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഡോക്യുമെന്റ് റീഡ് ചെയ്യാൻ എടുത്താലും അതും ഡാർക്ക് മോഡിൽ കാണും. എവിടെയൊക്കെ ഡാർക്ക് മോഡ് ആക്റ്റീവ് ആക്കാൻ പറ്റുമോ, ഇപ്പൊ റെഡ്മി ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ സിസ്റ്റം വൈഡ് ഡാർക്ക് മോഡ് അങ്ങ് ആക്റ്റീവ് ആക്കാൻ പറ്റും. പക്ഷെ അപ്പൊ ചില സ്ഥലത്ത് ഒരു കളർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഇത് സുഖമായിട്ട് ഇതിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിലൊരു ബെനിഫിറ്റ്. അപ്പൊ ഇതാണ് മൊബൈൽ ഫോണിന്റെ ഒരു ഫണ്ടമെന്റൽ കാര്യം പറയാനുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, നിങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ എന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഏറ്റവും ആദ്യം കിടക്കുന്നത് കോഴ്സ്
HSST മലയാളം, പിന്നെ ആര്യ ന്യൂ MTS, ടെക്നോ ടിപ്സ്. അപ്പോൾ ഈ രണ്ടെണ്ണം ടെലഗ്രാമിൻ്റെ ഐക്കണാണ് കാണുന്നത്. ദെൻ ഇത് ക്യാമറ, അവിടെ പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഒരു ID കിടക്കുന്നുണ്ട്. ഇവിടെ KPCTA കോഴ്സ് പറഞ്ഞിട്ടൊരു ഗൂഗിളിൻ്റെ അടയാളം, ക്രോമിൻ്റെ അടയാളം കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ടീച്ചിങ് ഫോർ ലേണേഴ്സ് എന്തോ പറഞ്ഞിട്ട് അവിടെയും ക്രോമിൻ്റെ അടയാളം കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സ്റ്റുഡൻസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റും അതിൻ്റെ താഴെ ഒരു ഫയൽ മാനേജറിൻ്റെ ഐക്കണും കാണുന്നുണ്ട്. ഇതൊക്കെ എന്ത് തരം അപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ കാണുന്ന ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? അപർണ, താങ്ക് യു. iComfort ഇൻ ഓപ്പോയിലെ iComfort എന്നാണ് പേര്. റിയൽമിയിലും iComfort. ഓക്കെ, അപ്പോൾ ഓപ്പോ, റിയൽമി, വിവോ തുടങ്ങിയ ഫോണുകളിലൊക്കെ iComfort എന്നായിരിക്കും പേര്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ള ഈ ഐക്കണുകൾ അപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ആണോ എന്ന് ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എന്താണ് ഈ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ? ആഡ് സ്ക്രീൻ ഹോം പേജ്. വെരി ഗുഡ്. അപർണത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ആഡ് ടു ഹോം പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. സിംപ്ലി ഇറ്റ് ഈസ് ഷോർട്ട് കട്ട്. എന്നെ വിളിക്കാവുന്ന ഏറ്റവും എളുപ്പമുള്ള പേര് അതാണ്, ഷോർട്ട് കട്ട്. നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരുന്ന വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഒരു ഫയലോ, ഇപ്പൊ ഇത് ഇന്ന് എനിക്ക് അറ്റൻഡൻസ് എടുക്കാനുള്ള ലിസ്റ്റാണ്, സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് എടുക്കാനുള്ള ലിസ്റ്റാണ്. ഇത് ഗാലറിയിൽ ഇരുന്ന് തിരയേണ്ട കാര്യമില്ല. ഗാലറിയിൽ നിന്ന് ഞാനതൊരു ഷോർട്ട് കട്ട് ആക്കി ഇപ്പോൾ ഹോം സ്ക്രീനിൽ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ലിസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റുഡൻസ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ചെയ്തത് ഫയൽ മാനേജറിൽ ഏതെങ്കിലും ഒരു ഫയലിന് ഷോർട്ട് കട്ട് ആക്കാനുള്ള ഓപ്ഷൻ, അത് എല്ലാ ഫോണിലും ഉണ്ടാവില്ല, ഉള്ള ഫോണിൽ അത് ആക്റ്റീവ് ആക്കാം. പക്ഷെ ഗൂഗിൾ ക്രോമിൽ ഏത് പേജ് എടുത്താലും അതിനെ നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സൈറ്റുകൾ, നമ്മൾ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന സൈറ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നടത്തുന്ന ഒരു കോഴ്സ്, അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ലിങ്ക് ഡയറക്റ്റ് ടച്ച് ചെയ്താൽ മതി. അതല്ലെങ്കിൽ വേറെ ഒരു കൺസോളിഡേറ്റഡ് ഡാറ്റ, ഇത് ഗൂഗിൾ ഫോമാണ്. ആ ഗൂഗിൾ ഫോം ഞാൻ ഷോർട്ട് കട്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യേണ്ട ഒരു ഗൂഗിൾ ഫോം ആണെങ്കിൽ അത് ഇതേപോലെ ഫില്ല് ചെയ്യാം. അതല്ല നമുക്കൊരു കോഴ്സ് റൺ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതിപ്പോൾ BEdന്റെ സൈറ്റ് ആയിരുന്നു, സനാതന സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ, ടീച്ചിങ്. ഓക്കെ, ഇത് എൻ്റെ ഒരു ബ്ലോഗിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തന്നെ റെഫർ ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ട് ആക്കി വെച്ചിരിക്കും. അപ്പോൾ അതേപോലെ നമുക്ക് അതേപോലെ ടെലഗ്രാമിലെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ, നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് സന്ദർശിക്കേണ്ട ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഷോർട്ട് കട്ട് ആക്കാം. ദെൻ അതേപോലെ ഏതെങ്കിലും വ്യക്തിയോട് നമുക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അതിന് ഇടയ്ക്കിടയ്ക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ അതും ഇതേപോലെ ചെയ്യാം. ഇത്തരം ഷോർട്ട് കട്ടുകൾ മൊബൈൽ ഫോണിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ആപ്ലിക്കേഷനുള്ളത് നോക്കാം. മിക്കവാറും ആപ്ലിക്കേഷനിൽ അത് എവിടെ ഇരിക്കുന്നുണ്ടാവുക വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഫയൽ മാനേജറിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ മുകളിലുള്ള ഈ 3 ഡോട്ട്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുണ്ട് ആഡ് ടു ഹോം സ്ക്രീൻ. അപ്പൊ ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിൽ അത് ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട, നമ്മൾ ഓരോന്നും ഗാലറിയിൽ ഇരുന്ന് തിരയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഉപയോഗം. ഇനി ഒരു അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത്, നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ? മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്? ഗൂഗിൾ ഇൻപുട്ട് അപർണ, മംഗ്ലീഷ് കീബോർഡ് ടീച്ചർ ശ്രുതി, ഗൂഗിൾ കീബോർഡ്. ഗൂഗിൾ കീബോർഡിന്റെ പേരെന്താന്ന് ടൈപ്പ് ചെയ്യാമോ ശ്രുതി? ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് അപർണ. ആതിര മംഗ്ലീഷ് കീബോർഡ്. അഗൈൻ അനന്തു ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ്. മംഗ്ലീഷ് കീബോർഡ് ഐശ്വര്യ, ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് പ്രീതി. ഓക്കെ, കുറേ അധികം പേര്, ഏതാണ്ട് 50% കൂടുതൽ പേര് ഗൂഗിൾ ടൂളാണ് ഉപയോഗിക്കുന്നത് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ കുറച്ച് പേരെങ്കിലും, ഒരു 20-25% പേരെങ്കിലും മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഞാൻ ആരോടെ ചോദിച്ചല്ലോ, ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ടൊന്നും അടിക്കാതെ ആരോ ഒരാൾ ഗൂഗിൾ കീബോർഡ് അടിച്ചിരുന്നു. ഗൂഗിൾ
ഗൂഗിൾ കീബോർഡ് എന്ന് അടിച്ചിരുന്നു. ആരാണ്? ഓക്കെ, ആതിര. അല്ല, ആതിരയല്ല. ഗൂഗിൾ ഇൻഡി കീബോർഡ് എന്ന് സീതുമോൾ. ശ്രുതിയായിരുന്നു. ഓക്കെ, ശ്രുതി ഒന്ന് ടൈപ്പ് ചെയ്യാമോ ആ കീബോർഡ് ഉപയോഗിക്കുന്ന? ഓക്കെ, ശ്രുതിക്ക് ഗൂഗിൾ കീബോർഡിന്റെ ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതിന്റെ പേരെന്താണ്? ഗൂഗിൾ കീബോർഡ് തന്നെയാണോ? ഓക്കെ, വെരി ഗുഡ്. ശ്രുതിക്ക് ജീബോർഡ്, സിംപ്ലി ജീബോർഡ്. ഈ ജീബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നോക്കിയ ഫോണുകളിലും റെഡ്മി ഫോണുകളിലും ഓപ്പോ ഫോണുകളിലും ഒക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അവർ നമുക്കത് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ടാവില്ല. കാരണം അവരുടെ സ്വന്തം കീബോർഡ് ഉണ്ട്. മിന്റ് എന്ന് പറയുന്നൊരു കീബോർഡ് ഉണ്ട്. നോക്കിയെ സംബന്ധിച്ച് മൈക്രോസോഫ്റ്റിന്റെ ഒരു കീബോർഡ് ഉണ്ട്. അതൊക്കെയാണ് അവർ ഡിഫോൾട്ട് കീബോർഡ് ആയിട്ട് വെക്കുക. പക്ഷെ ഈ ജീബോർഡ് അവർ ഹിഡൻ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. എന്താണ് ജീബോർഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ജീബോർഡ് ഗൂഗിളിന്റെ സ്വന്തം കീബോർഡാണ്. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് കീബോർഡ് കയറിയൊന്നല്ലോ, സ്ക്രീൻ വന്നല്ലോ. ഗൂഗിളിന്റെ സ്വന്തം കീബോർഡാണ്. ഗൂഗിളിന്റെ സ്വന്തം എന്ന് പറയാൻ ഗൂഗിള് നമുക്ക് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ അതില്? ഈ ആൻഡ്രോയിഡ് മൊത്തം തന്നത് ഗൂഗിളാണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ സിസ്റ്റം ഗൂഗിളിന്റെ അണ്ടറിലാണ് വരുന്നത്. ഗൂഗിളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ കൂടെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ജീബോർഡ്. പക്ഷെ ആ ജീബോർഡ് മിക്കവാറും കമ്പനികളെടുത്ത് മാറ്റിയിട്ട് അവരുടെ കീബോർഡ് ഇടും. അതിന് പല രഹസ്യങ്ങളും ഉണ്ട്, പല കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മലയാളം കീബോർഡ്, മംഗ്ലീഷ് കീബോർഡ് ടൈപ്പ് ചെയ്ത കുറച്ച് പേരുടെ പേര് കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ചത്. ഇപ്പോ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കും, ഒരു സ്കൂൾ ലെവലിലെ ഒക്കെ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഒന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ നിങ്ങളിപ്പോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഇടാൻ തുടങ്ങിയിട്ട്, ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്കിന്റെയോ അല്ലെങ്കിൽ SBIയുടെയോ ഒക്കെ ആപ്ലിക്കേഷൻസ് ഇടാൻ തുടങ്ങിയിട്ട് ഇതിൽ കയറാനുള്ള ഒരു പാസ്വേഡ് ഉണ്ടാവും. ഈ പാസ്വേഡ് അടിക്കാനും നിങ്ങൾ ചിലപ്പോൾ കീബോർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ കീബോർഡ് ഡെവലപ്പ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ അവരുടെ സെർവറിലേക്ക് കൊണ്ടുപോകാം. എന്ന് പറഞ്ഞാൽ മംഗ്ലീഷ് കീബോർഡ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഒരു വ്യക്തിയാണ്, അല്ലാണ്ട് ഒരു ഓർഗനൈസേഷൻ ഒന്നല്ല. അപ്പൊ അയാൾക്ക് അയാളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡും അക്കൗണ്ട് നമ്പറൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ മംഗ്ലീഷ് കീബോർഡ് അങ്ങനെ എടുക്കുന്നൊന്നുമില്ല. പക്ഷെ ചെയ്യാം, സാധ്യതയുണ്ട്, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ ജീബോർഡ് ഉപയോഗിക്കുന്നതും പ്രശ്നം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം ഈ ആൻഡ്രോയിഡ് മൊത്തം ഡെവലപ്പ് ചെയ്തത് അവരാണ്, ഗൂഗിളാണ്. അപ്പൊ ഇതില് എന്ത് ടൈപ്പ് ചെയ്താലും വേണമെങ്കിൽ അവർക്ക് എടുക്കാം. അങ്ങനെ എടുക്കായിരുന്നെങ്കിൽ അത് ഒരിക്കലും ഈ ഗൂഗിൾ ഇത്രയും വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസിൽ വരില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രുതി ഉപയോഗിച്ച ജീബോർഡ് ആയിരിക്കും അതിൽ കുറച്ചുകൂടി നല്ലത്. ഗൂഗിൾ ഇൻഡി കീബോർഡോ അല്ലെങ്കിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആവാം. എന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ചിലപ്പോ സരിത ടീച്ചർക്ക് അവിടെ നെറ്റ്വർക്ക് കുറഞ്ഞതായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു പക്ഷേ നിങ്ങളുടെ പാസ്വേഡുകൾ ലീക്ക് ആവാതിരിക്കാൻ നിങ്ങൾക്ക് ജീബോർഡ് ഉപയോഗിക്കാം. ജീബോർഡിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി പറയാം. ജീബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും ഫോണുകളിൽ അത് ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവും. അത് ആക്റ്റീവാക്കി തന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനാകെ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ലാംഗ്വേജ് ആൻഡ് ഇൻപുട്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കീബോർഡ്, ഡിഫോൾട്ട് കീബോർഡ് ഉണ്ടാവും. ആ കീബോർഡ് ഏതാണെന്ന് നോക്കാം. ഓൺ സ്ക്രീൻ കീബോർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പലതരം കീബോർഡ്, സാംസങ് കീബോർഡ്, ജീബോർഡ് കുറേ എണ്ണം ഉണ്ട്. അതിൽ ഡിഫോൾട്ട് കീബോർഡായിട്ട് എവിടെയെങ്കിലും ഡിഫോൾട്ട് കീബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഡിഫോൾട്ട് കീബോർഡായിട്ട് ജീബോർഡിനെ അങ്ങ് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വിവോ ഫോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോ ഫോൺ ആണെങ്കിൽ, റിയൽമി ആണെങ്കിൽ, ഈ കമ്പനികളൊന്നും ജീബോർഡ് ഇൻബിൽറ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക, അവിടെ ജസ്റ്റ് ജീബോർഡ്, സാംസങ് ഫോണിലും അതെ, ജീബോർഡ് ഒന്നും ഇൻബിൽറ്റ് ആയിട്ട് തന്നിട്ടില്ല. ജീബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്യാം, അതിൽ ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇൻസ്റ്റാൾ എന്നാണ് വരേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ എന്നാണ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്തു വെച്ചാൽ, തുടക്കത്തിൽ ഒരിക്കൽ ചെയ്തു വെച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ഈ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എവിടെയും പോവില്ല, ഹാൻഡ് റൈറ്റിങ്ങിന് പോവില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇൻപുട്ട് മെത്തേഡ്, മോഡേൺ ഇൻപുട്ട് മെത്തേഡ്സ് എല്ലാം ഗൂഗിളിലുണ്ട്. കാരണം ഗൂഗിളിന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിനൊക്കെ മൈക്രോസോഫ്റ്റും ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. മൈക്രോസോഫ്റ്റിനും മറ്റും കഴിയാതിരിക്കാൻ കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വോയിസ് ഡാറ്റ കിട്ടുന്നത് അല്ലെങ്കിൽ ടൈപ്പിംഗ് സാമ്പിൾ കിട്ടുന്നത് ഗൂഗിളിനാണ്.
കാരണം നമ്മൾ എന്ത് സെർച്ച് ചെയ്യാനും ആദ്യം എടുക്കുന്നത് ഗൂഗിളിന്റെ പേജാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്പീഡ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്ന ഭാഷ, ഇതിൻ്റെയൊക്കെ സാമ്പിൾ, വോയിസ് സാമ്പിൾ എടുത്തിട്ടാണ് അവർ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഈ കീബോർഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. കാരണം ഇതൊരു യൂണിവേഴ്സൽ കീബോർഡാണ്, ഏത് തരം ലാംഗ്വേജും ടൈപ്പ് ചെയ്യാവുന്ന കീബോർഡാണ്. അപ്പോൾ നമ്മളതിൽ ചെയ്യേണ്ടത് ലാംഗ്വേജസ് ടൈപ്പ് ചെയ്തിട്ട് അതിൽ ആഡ് കീബോർഡിൽ പോയിട്ട് എവിടെയെങ്കിലും മലയാളം ഉണ്ടോ എന്ന് നോക്കാം. മിക്കവാറും നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് മലയാളം ഏറ്റവും മുകളിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മലയാളം എടുത്ത് ആ മലയാളം കീബോർഡുകൾ, മലയാളം കീബോർഡുകൾ ആഡ് ചെയ്യുക. ഏതൊക്കെ 2 മലയാളം കീബോർഡാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ABC മലയാളം, ABC - മലയാളവും, ഒന്ന് മലയാളം ഹാൻഡ് റൈറ്റിംഗ്. ഈ മലയാളം ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ, എല്ലാവരും പറഞ്ഞ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ആയി. ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് ഇത്. ദെൻ ABC മലയാളം എന്ന് പറഞ്ഞാൽ മംഗ്ലീഷ് കീബോർഡാണ്. നിങ്ങൾ കുറേ പേര് ഉപയോഗിച്ച മംഗ്ലീഷ് കീബോർഡാണ് ABC മലയാളം. ദെൻ അത് കൂടാതെ ഇംഗ്ലീഷ് UK, ഇംഗ്ലീഷ് ഇന്ത്യ തുടങ്ങിയ കീബോർഡുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഉണ്ട് ഇഷ്ടം പോലെ ലാംഗ്വേജ്, മറാത്തി, തമിഴ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് കണ്ടിട്ടില്ല, അറബിക് തുടങ്ങിയ ലാംഗ്വേജുകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള നോക്കാം 4 കീബോർഡുകൾ: ഇംഗ്ലീഷ് UK, മലയാളം ABC മലയാളം, മലയാളം ഹാൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഇന്ത്യ. ഇത്രയും ലാംഗ്വേജുകളാണ് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അടുത്ത സെറ്റിങ്സിൽ പ്രിഫറൻസസിൽ പോയിട്ട് നമ്പർ റോ ഒന്ന് ഓൺ ചെയ്യാം. കാരണം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന കീബോർഡിൽ നമ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ കാണുന്നില്ല എന്ന് വിഷമിച്ചിട്ട് ഇത് എടുത്ത് കളയുന്നു കുറേ പേര്. അപ്പോൾ ഈ നമ്പർ റോ ഒന്ന് ഓൺ ചെയ്യാന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഇവർ ഡിഫോൾട്ടായിട്ട് കീബോർഡിൽ നമ്പർ റോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്പർ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്പർ അമർത്തി കഴിഞ്ഞാൽ നമ്പർ വരും. പക്ഷെ ഇത് ഓണാക്കി കഴിഞ്ഞാൽ കീബോർഡിൽ തന്നെ അതുണ്ടാവും. അടുത്ത ഓപ്ഷനിൽ പോയിട്ട് തീമിൽ പോയിട്ട് ഈ വൈറ്റ് കളറിന് പകരം ഡാർക്ക് കളർ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കീബോർഡിന്റെ കളറും ഡാർക്ക് തീമായിട്ട് കിട്ടും. മറ്റൊരു കാര്യം കൂടി ചെയ്യാം. ടെക്സ്റ്റ് കറക്ഷനിൽ പോയിട്ട് വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ഈ ഓട്ടോ കറക്ഷൻ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഓട്ടോ കറക്ഷൻ ഓൺ ചെയ്ത് വെച്ചാൽ കുറെ കുഴപ്പങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിൽ സാജൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ സാത്താൻ എന്ന് വരും. ഓക്കെ, കാരണം സാത്താൻ എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലുണ്ട്, സാജൻ എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഓട്ടോ കറക്ഷൻ ഓഫ് ചെയ്ത് വെക്കാം. ദെൻ ഗ്ലൈഡ് ടൈപ്പിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കും. ഗ്ലൈഡ് ടൈപ്പിങ്ങിന്റെ യൂസും പറയാം. വോയിസ് ടൈപ്പിംഗ് എടുത്തിട്ട് അതും ഓൺ ആക്കി വെക്കാം. ബാക്കി ഇത്രയും ചെയ്യാനുള്ളൂ. ഇത്രയും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യാനെടുത്താലും, ഏത് ടൈപ്പ് ചെയ്യാനെടുത്താലും വരുന്ന ഈ കീബോർഡിന്റെ പേരാണ് G ബോർഡ്. ഈ G ബോർഡിൽ, നമ്മളിപ്പോൾ കാണുന്ന ഈ G ബോർഡിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ പല രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ദിസീസ് എന്നാണ് എനിക്ക് അടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ദിസീസ്. അപ്പോൾ ഇങ്ങനെ ദിസീസ് എന്ന് അടിക്കുന്ന ഒരു മെത്തേഡ്, ഇങ്ങനെ ഞാൻ പഠിച്ചത് ഗ്ലൈഡ് ടൈപ്പിംഗ്. ഗ്ലൈഡ് ടൈപ്പിംഗ് ഒന്നും കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എനിക്കൊരു ഫയൽ വേണം. ഞാനൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യട്ടെ. ചൂസ് ന്യൂ ഡോക്യുമെന്റ്. ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് ഇതൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ്. ഈ ബ്ലാങ്ക് ഡോക്യുമെന്റിൽ ഒരു മാറ്റർ എനിക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ദിസ് ഈസ് എന്ന് ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓൾ ഇന്ത്യ റേഡിയോ എന്നാണ് എനിക്ക് അടിക്കേണ്ടത്. ഓൾ ഇന്ത്യ, കറക്റ്റ് അല്ലേ? റേഡിയോ. ആറിന്ന് തുടങ്ങി DIയിൽ നിന്ന് ഓയിലേക്ക് ഒന്ന് മൂവ് ചെയ്താൽ മതി. അപ്പൊ റേഡിയോ ആയിരിക്കുന്ന ഒരു ഊഹിച്ചിട്ടത് തന്നിട്ടുള്ളതാണ്. ഇതിനെ ഗ്ലൈഡ് ടൈപ്പിംഗ്. അപ്പൊ ഈ ഗ്ലൈഡ് ടൈപ്പിംഗ് നമ്മൾക്ക് ഈ വണ്ടിയിലൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്യാം, ബസ്സിലോ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യാൻ ഈസിയാണ്. കാരണം നമ്മുടെ ഫിംഗർ കറക്റ്റായിട്ട് മൂവ് ചെയ്യും. പക്ഷെ നമ്മൾ ഏറ്റവും സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയും ടൈപ്പ് ചെയ്യണ്ട. നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. നമ്മുടെ വോയിസ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുക, ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. പക്ഷെ ഇപ്പൊ എനിക്കത് ചെയ്യാൻ കഴിയില്ല, കാരണം എൻ്റെ മൈക്ക് ആക്ച്വലി ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മീറ്റിൽ നിന്ന് ഞാനതൊന്ന് മാറ്റി നോക്കട്ടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഗൂഗിൾ മീറ്റിലെ മൈക്ക് ഞാനിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ കേൾക്കില്ലേ? അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ചെയ്യാം അവിടെ കേൾക്കാൻ വേണ്ടി. ഗൂഗിൾ മീറ്റേ കാണാനില്ല. ഓക്കെ, ഞാൻ പറയുന്നത് അവിടെ കേൾക്കാൻ തോന്നുന്നു. പക്ഷെ എന്നാലും ഗൂഗിൾ മീറ്റ് ഓൺ ആയി കിടക്കുന്നത് കൊണ്ട് വർക്ക് ആവണമെന്നില്ല. നിങ്ങൾക്കത് ഇപ്പൊ വർക്കാവില്ല. ദെൻ
ഹലോ, ഈസ് ഇറ്റ് വർക്കിംഗ്? അല്ല, ഗൂഗിൾ മീറ്റ് ഓൺ ആയിരിക്കുന്നത് വർക്ക് ആവുന്നില്ല. ഈ ഒരു മൈക്രോഫോൺ ഓൺ ടച്ച് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി. ചുമ്മാ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ടൈപ്പ് ആയി വരും. അത് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടെങ്കിൽ ഇനി ഇതിന്റെ ഭാഷകൾ മാറ്റുന്ന രീതി ഞാൻ അഗൈൻ ഇതിന്റെ മൈക്ക് ഓൺ ആക്കട്ടെ. ഓക്കെ, എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് മലയാളമാണെങ്കിൽ ഇവിടെ ഈ ഗ്ലോബ് ഐക്കൺ തൊട്ട് താഴെ ലെഫ്റ്റ് എവിടെയാണ്, നമ്മുടെ സ്പേസ് ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്ലോബിന്റെ ഐക്കൺ കാണും. ഈ ഗ്ലോബ് ഐക്കൺ ഒരിക്കൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്പേസ് ബാറിൽ ലാംഗ്വേജ് മാറിയിട്ട് മലയാളം എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മലയാളം ഇങ്ങനെ എഴുതിയാൽ മതി. ഇതായിരുന്നു നേരത്തെ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് കുറെ പേര് ടൈപ്പ് ചെയ്ത കീബോർഡ്. അതല്ല, നമുക്ക് ABC മലയാളമാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇത്. ഇവിടെ നടിക്കണമെങ്കിൽ EVIDE, ഇവിടെ. അപ്പൊ ഇവിടെ എന്നാണ് വന്നത്. എവിടെ എന്നാണ് എനിക്ക് വേണ്ടത്. ഇതെവിടെ തൊട്ടിപ്പുറത്ത് കിടക്കണ്ടേ എവിടെ. അതിൽ നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. എവിടെ പോകുന്നു പോകുന്നു എന്നുള്ളതിന് ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് മംഗ്ലീഷ് ടൈപ്പിംഗ് എന്ന് പറയുന്നതും മംഗ്ലീഷ് കീബോർഡിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതേ കീബോർഡിൽ തന്നെ ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ ഈ രണ്ട് ഇൻപുട്ട് മെത്തേഡും വോയിസ് ടൈപ്പിംഗ്, ഗ്ലൈഡ് ടൈപ്പിംഗ്, ദെൻ ഓർഡിനറി ടൈപ്പിംഗ്, ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഈ കീബോർഡിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടി രസകരമാണ്. പക്ഷെ അത് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾ കുറച്ച് പേരാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാലും ലാപ്ടോപ്പിലും ഇതേ ഫീച്ചർ ഉള്ളത് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് വന്നാൽ ഒന്ന് പറയാം. ഏത് കീബോർഡാ, അല്ല ഏത് സ്ക്രീനാ കാണുന്നത്? ഓക്കെ, ഇപ്പോൾ വരുന്നുണ്ട്. വന്നില്ലേ എന്നുള്ളത് എവിടെ നിന്ന് അറിയും? വന്നു. ശരി. അപ്പൊ ഇപ്പോ ഞാനിങ്ങനെ മാറി മാറി ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഴയ സ്ക്രീനിൽ ഇരിക്കുന്നവർക്ക് അത് കാണുന്നുണ്ടാവില്ല. ഞാനിപ്പോ ഒരു വൈറ്റ് അല്ല ഒരു ബ്ലാക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പേജാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും അത് കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഒരു ബ്ലാക്ക് ഡിസ്പ്ലേയില് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പേജാണ് കാണുന്നത് എന്ന് ഉറപ്പ് വരുത്താം. അതാണ് എൻ്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ. അഗൈൻ നിങ്ങളുടെ ഗൂഗിൾ അല്ല എൻ്റെ ഗൂഗിൾ. നിങ്ങളുടെ ഗൂഗിൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഗൂഗിളാണ്. ഇവിടെ വൈറ്റ് കളർ ഉണ്ടാവുക. ഞാൻ ഇവിടെയും തീം നോക്കിയതാണ്. നമുക്ക് ഈ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിലും സെറ്റിങ്സിൽ തീമുണ്ട്. അവിടെയും ഡാർക്ക് തീം ആക്കി വെച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ഗൂഗിളും ബ്ലാക്ക് ആണ്. കാരണം ഞാനിപ്പോൾ മിക്കവാറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും ഒരു സ്ക്രീൻ നോക്കിയിരിക്കുന്ന ഒരു ശീലം മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കോളേജ് തുറന്നുകൊണ്ട് പകൽ കുറച്ചു നേരം കണ്ണിന് റെസ്റ്റ് ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഫുൾ ടൈം സ്ക്രീൻ നോക്കിയിരിക്കുന്നതുകൊണ്ട് എവിടെയൊക്കെ ഡാർക്ക് തീം ഉണ്ടോ അങ്ങനെ ഡാർക്ക് തീം ആക്ടിവേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, നിങ്ങൾക്കറിയാം, നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ പേരിന്റെ ആദ്യത്തെ അക്ഷരമോ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും. ഞാൻ മൗസ് മൂവ് ചെയ്യുന്ന അവിടെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു യെല്ലോ കളറിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. റൈറ്റ് സൈഡിലെ ടോപ്പ് കോർണറിൽ എൻ്റെ D എന്ന് പറയുന്ന ഒരു ലെറ്റർ കാണുന്നുണ്ടാവും. ആ ലെറ്റർ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ എൻ്റെ മൗസ് കുറച്ചുകൂടി സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുള്ളൊരു ശ്രമമാണ്. അത് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അത് വരട്ടെ. ആ സമയം കൊണ്ട് ഇവിടെ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഐക്കൺ കാണുള്ളൂ. ഇല്ലെങ്കിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ബട്ടണാണ് അവിടെ കാണുക. അവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ പേജിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഒരു 9 ഡോട്ട്സ് കാണും. ഇതിനെ ഗൂഗിൾ ആപ്സ് എന്ന് പറയും. ഈ ഗൂഗിൾ ആപ്സിൽ ഒരുപാട് നമുക്ക് ഉപയോഗമുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ മിക്കവാറും ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെടും. ഓക്കെ, എൻ്റെ മൗസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മൗസ് കുറച്ചുകൂടി ഒരു വട്ടത്തിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒരു യെല്ലോ റൗണ്ട് ആയിട്ട് കാണാം.
ഈ 9 ഡോട്ട്സിലെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ്, മീറ്റ്, ചാറ്റ്, കറന്റ്, യൂട്യൂബ്. ഓക്കെ, യൂട്യൂബും ഗൂഗിളിൻ്റെയാണ്. ഫോട്ടോസ്, അതും ഗൂഗിളിൻ്റെയാണ്. ദെൻ ജാംബോർഡ്, ക്ലാസ് റൂം, അതിൽ ബ്ലോഗറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ജി സ്യൂട്ട് അക്കൗണ്ട് ആയതുകൊണ്ട് അതിൽ കാണുന്നില്ല. നിങ്ങളിവിടെ കയറിയൊക്കെ ബ്ലോഗർ എന്നൊക്കെ കാണും. ഇതെല്ലാം ഗൂഗിളിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഈ അപ്ലിക്കേഷൻസിൽ ഡോക്സ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വേർഡ് തുറന്ന പോലെ ഉണ്ടാവും, മൈക്രോസോഫ്റ്റ് വേർഡ് തുറന്ന പോലെ ഉണ്ടാവും. ഡോക്സ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ docs.google.com ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്ലാങ്ക് പേജ് വന്നു. അതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്തൊരു കഴ്സർ വന്ന് നിൽക്കുന്നുണ്ടാവും. വേർഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു കഴ്സർ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇത് വന്ന് ഇവിടുത്തെ മെനു ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ, നെറ്റും ഒരുവിധം സ്പീഡ് ഉണ്ടെങ്കിൽ, ഒരുവിധം ഒരു ചെറിയ സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഓൺ ആക്കി ആ സ്പീഡൊക്കെ മതി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പണിയാണ്. ടൂൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ടു സ്പീക്ക് എന്നുള്ളത് ടച്ച് ചെയ്യുക, then speak to the microphone. What we talk to the microphone, it will be typed on the screen. വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് പോവാം. ഇതിനെയാണ് വോയിസ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വോയിസ് ഇൻപുട്ട് ചെയ്യാനുള്ള, ഞാനിപ്പോൾ മൊബൈൽ ഫോണിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈക്രോഫോൺ അവിടെ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ലാപ്ടോപ്പിൽ മൈക്രോഫോൺ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇംഗ്ലീഷ് UK ആണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ, ഒരു സെക്കൻഡ്. ടീച്ചർ, ഹലോ, ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓഡിബിൾ സാർ. ഓക്കെ. നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് UK ഉണ്ട്, ഇംഗ്ലീഷ് ഇന്ത്യ ഉണ്ട്. ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സംസാരമൊക്കെ ഡിറ്റക്ട് ചെയ്യും. ഐ തിങ്ക് ദിസ് ഈസ് മോർ ഈസി ടു ടൈപ്പ് ഇൻ ദിസ് വേ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി, അതൊക്കെ ടൈപ്പ് ചെയ്ത് തരും. അപ്പോഴാണ് നമ്മൾ ആലോചിച്ച് നമുക്ക് തമിഴിലും മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യണം, ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യണം. ഇവിടെ മലയാളം ഉണ്ട്, മലയാളം സെലക്ട് ചെയ്യാം, അഗെയിൻ മൈക്രോഫോൺ ഐക്കണിൽ ടച്ച് ചെയ്യാം. ഇനി മലയാളത്തിൽ സംസാരിച്ചാലും അതെല്ലാം ടൈപ്പ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾക്ക് വലിയ ഒരു ലെസൺ പ്ലാൻ ടൈപ്പ് ചെയ്യാൻ ടീച്ചർ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ഇനി ഈ ഒരു രീതി ഉപയോഗിക്കാം. ഇത്രയും ടൈപ്പ് ചെയ്തെടുക്കണേ എത്ര സമയം നമ്മൾ കളയണം. അപ്പോൾ അതിനൊരു ഈസി മെത്തേഡാണ് വോയിസ് ടൈപ്പിംഗ്. വോയിസ് ടൈപ്പിംഗ് മൊബൈൽ ഫോൺ മതി, മൊബൈൽ ഫോണിൽ ജീബോർഡ് മതി. ജീബോർഡിൽ ഞാൻ കാണിച്ച ആ ഐക്കണാണ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. പക്ഷെ ഇവിടെ ലാപ്ടോപ്പിലാവുമ്പോൾ നമുക്ക് ഓൺലൈനായിരിക്കണം. മൊബൈൽ ഫോണിലാവുമ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ ഓൺലൈനിലാവണം, പക്ഷേ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ ഓൺലൈൻ വേണമെന്നില്ല. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നു, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. ഇതിലിപ്പോൾ എനിക്ക് ആ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിനൊരു കാരണം ഞാൻ പറഞ്ഞു, മൈക്രോഫോൺ, അത് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ഇനി ഒരു എളുപ്പം ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന രീതി കൂടി പറഞ്ഞു. 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 ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന രീതി കൂടി പറഞ്ഞു.
നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ ചാറ്റ് ബോക്സിൽ. അതിനെക്കുറിച്ചും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. മറ്റേതെങ്കിലും അപ്ലിക്കേഷൻ നിങ്ങൾ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്താറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മംഗ്ലീഷ് കീബോർഡിനേക്കാൾ ഉപയോഗപ്രദമായിട്ട് വരുന്ന കുറെ ഫീച്ചേഴ്സ് കീബോർഡിൽ ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ഓക്കെ, ഞാനൊരു മറ്റൊരു ഫീച്ചർ കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ചെയ്തത്. മൊബൈൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് മാറ്റർ ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്ന ആ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഒരുവിധം കുഴപ്പമില്ലാതെ ഫോട്ടോ ആയിട്ടുണ്ട്. കുറച്ച് വൃത്തിയിൽ ഫോട്ടോ എടുക്കാന്ന് മാത്രം ഉദ്ദേശിക്കുള്ളൂ ഞാൻ ഈ അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്നത്. ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ പാകത്തിന് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. സേവ് ആയ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് ലെറ്റേഴ്സ് കാണാനുണ്ട്. ഇതൊരു ടെക്സ്റ്റ് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തതാണ്, അഥവാ ഇത് ഒരു ഇമേജ് ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് ആണ്. ഇതിനെ ക്യാരക്ടർ ആയിട്ട് മാറ്റാം. അതിനെയാണ് നമ്മൾ OCR എന്ന് വിളിക്കുന്നത്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡിങ്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതിന് വേറെ എവിടെയും പോണ്ട. നമ്മുടെ ഫോണിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടോ നോക്കുക. എവിടെയെങ്കിലും ആയിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കിടക്കുന്നുണ്ടാവും. യെസ്, അതിനുള്ളിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. നമ്മുടെ സാധാരണ ഗൂഗിൾ ഫോട്ടോസ്, അത് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ഫോട്ടോസ് പറയുന്ന ഒരു അപ്ലിക്കേഷൻ കിടക്കുന്നു. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എടുത്ത ഫോട്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. അതിന്റെ താഴെ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അഡ്ജസ്റ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ഓപ്ഷൻ ഗൂഗിൾ ലെൻസിന്റെ ഒരു ഫീച്ചറാണ്. ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു സെർച്ച് ഫീച്ചർ ആണെങ്കിൽ ഇവിടെ ഗൂഗിൾ ഫോട്ടോയിൽ അത് OCR ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോ ഞാനതിൽ ടച്ച് ചെയ്ത ഉടനെ തന്നെ ആ ടെക്സ്റ്റ് മുഴുവൻ സെലക്ട് ആയി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് ബുക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇന്റർനെറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ താഴെ തന്നു. അതേസമയം തന്നെ നിങ്ങൾക്കിത് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. സെലക്ട് ചെയ്യാൻ മാത്രമല്ല, അവിടെ നിന്ന് കോപ്പി ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കോപ്പി ടെക്സ്റ്റ്. കോപ്പി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ഇനി പേസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയ ഈ ഡോക്യുമെന്റിൽ എനിക്കിത് ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ അതിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതിന് പകരം നമുക്ക് ക്യാം സ്കാനർ ഉണ്ടല്ലോ അല്ലെ. ക്യാം സ്കാനർ ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? മലയാളം കീബോർഡ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ കീബോർഡ്. ഞാനത് ഓഫാക്കി വെച്ചതാ ചോദ്യം. മലയാളം കീബോർഡും ഉണ്ട്. ഞാൻ പറഞ്ഞു 3 കീബോർഡാണ് മലയാളത്തിലുള്ളത്. ABC മലയാളം, ഹാൻഡ് റൈറ്റിംഗ് മലയാളം, മലയാളം കീബോർഡ്. ഈ മലയാളം കീബോർഡ് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാ. ഇത് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ലാംഗ്വേജസിൽ ആഡ് കീബോർഡിൽ മലയാളത്തിൽ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത് മലയാളം കീബോർഡ്. ഇതുകൂടി എടുത്ത് എനിക്ക് ഈ കീബോർഡ് ഈ കക്ക ഗംഗ എന്ന് പറഞ്ഞത് തെരഞ്ഞിട്ട് ടൈപ്പ് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. എനിക്ക് വേണം മലയാളം സ്റ്റുഡൻസിന് ചിലപ്പോൾ, അല്ലെങ്കിൽ മലയാളം കമ്പ്യൂട്ടറിലെ കീബോർഡ് പരിചയമുള്ളവർക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നതല്ലല്ലോ. ഇപ്പോ ഞാൻ ഈ മാറ്റർ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. മലയാള ഭാഷയുടെ പ്രാദേശിക ഭേദങ്ങൾ എന്നൊക്കെ പറയുന്ന മാറ്റർ യൂണിക്കോഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇതിനി എനിക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇത് വെറുതെ ഷെയർ ചെയ്യാനാണെങ്കിൽ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് ക്യാം സ്കാനറിൽ അതിനെ അല്ലെങ്കിൽ അതേപോലത്തെ ടെക്സ്റ്റ് സ്കാനറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ PDF ആയിട്ട് ഷെയർ ചെയ്താൽ മതി. പക്ഷെ എനിക്കത് പോരാ, ഇതിന് എഡിറ്റ് ചെയ്യണം, ഇതിലെ ചില വാചകങ്ങൾ മാറ്റണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലാണ് നമുക്ക് ഈ OCR എന്ന് പറയുന്ന ഇത് നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്ന കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പോലും ടെക്സ്റ്റ് ആക്കി തരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ ടൈപ്പ് ചെയ്യണം. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഇംഗ്ലീഷൊക്കെ സുഖമായിട്ട് ടൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രാഫി എന്നല്ല പറയാം, എന്തൊരു പേര് പറയും, മറന്നുപോയി. ആ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പൊ നമ്മൾ UKG പിള്ളേരൊക്കെ എഴുതാൻ പഠിപ്പിക്കുന്നില്ലേ, അതിന്റെ പേരെന്തായിരുന്നു? ആരെങ്കിലും ടൈപ്പ് ചെയ്ത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ
UKG പിള്ളേരൊക്കെ ഇംഗ്ലീഷിൽ മറ്റേ ചെരിഞ്ഞിട്ട് ആന്നൊക്കെ കഴ്സീവ് റൈറ്റിംഗ്. കഴ്സീവ് റൈറ്റിംഗ്. ഓക്കെ, കഴ്സീവ് റൈറ്റിംഗ്. യെസ്, അത് തന്നെ. ഈ കഴ്സീവ് റൈറ്റിംഗിൽ എഴുതിയ ടെക്സ്റ്റുകളെ ഈസി ആയിട്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികൾ സാധാരണ ഇംഗ്ലീഷ് എഴുതുന്ന മാതിരി ഓരോ അക്ഷരാക്ഷരം പിറക്കി എഴുതിയതാണെങ്കിൽ അത്ര ഈസി അല്ല കൺവേർട്ട് ചെയ്യാൻ. കാരണം അഗൈൻ ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇവര് ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ സാമ്പിൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ സാമ്പിൾ കിട്ടിയിട്ടുള്ളത് ഫോറിനേഴ്സിന്റെ ആയിരിക്കും ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. മലയാളം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത്ര അങ്ങോട്ട് സക്സസ്ഫുൾ അല്ല. നമ്മൾ ഓരോ അക്ഷരം വടിപത്ത് ടൈപ്പ് ചെയ്ത പോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഴുത്തിനെയും ഇതേപോലെ കൺവേർട്ട് ചെയ്ത് തരും. ചില എറേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വെറുതെ എന്താ പറയാ, ഓഫ് ഹാൻഡ് ആയിട്ട് മലയാളം എഴുതി പോയത് ചെയ്തില്ല. മലയാളത്തിൽ നല്ല ഹാൻഡ് റൈറ്റിംഗുള്ള കുട്ടികളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ എഴുതിയ ആ എഴുത്തിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ, ടൈപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ ഇതേ ഫീച്ചർ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മിനിമം ഇന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, മൊബൈലിന്റെ കുറച്ച് ഫണ്ടമെന്റൽസ്, കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ് പറയണമെന്നുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ ഉള്ള എത്ര പേരുണ്ടെന്ന് ടൈപ്പ് ചെയ്ത് ASCSS ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ നിങ്ങൾ വീട്ടിൽ, കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഉള്ളവരൊന്ന് ടൈപ്പ് ചെയ്ത്. വലിയ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലാപ്ടോപ്പിലേയും കൂടി പറയാം. നിങ്ങൾക്ക് പറഞ്ഞപ്പോ ഇന്ന് നിങ്ങൾ ഇതിന്റെ മൊത്തം സിലബസ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? യെസ്, ക്യാം സ്കാനർ. അഭിഷേക് ചോദിച്ചത് ക്യാം സ്കാനറിൽ ചെയ്യാൻ പറ്റുമോ എന്നാണോ ഉദ്ദേശിച്ചത് അഭിഷേക്? ക്യാം സ്കാനറിൽ ഞാൻ പറഞ്ഞു, ക്യാം സ്കാനറിൽ നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ OCR ഫീച്ചർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു ചൈനീസ് അപ്ലിക്കേഷനാണ്. അവരെപ്പോഴും കോമ്പറ്റേറ്റീവ് മുന്നിൽ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ക്യാം സ്കാനർ നിരോധിച്ചു. കാരണം ചൈനീസ് അപ്ലിക്കേഷൻ്റെ ഒക്കെ ഒരു സ്വഭാവം അതാണ്. നമ്മുടെ ഡാറ്റകൾ, നമ്മൾ സ്കാൻ ചെയ്യുന്ന ഡാറ്റകൾ അവർക്ക് കൊണ്ടുപോകാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഈ ലെസൺ പ്ലാനൊക്കെ അവർ കൊണ്ടുപോയിട്ടൊന്നും ചെയ്യാനില്ല, വല്ല മിലിറ്ററി ഡാറ്റ ഒക്കെ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോഴും ക്യാം സ്കാനർ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷെ ആക്ച്വലി ഇപ്പോൾ ക്യാം സ്കാനർ ഇല്ല, പ്ലേ സ്റ്റോറിൽ ഇല്ല. നിങ്ങൾ വെറുതെ ഇവിടെ ക്യാം സ്കാനർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ക്യാം സ്കാനർ ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷെ അതിന് പകരം വേറെ കുറെ ക്യാമറ സ്കാനർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റ് ചില കമ്പനികളുടെ സ്കാനേഴ്സ് ഒക്കെ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഈ CS ഒന്നും നമ്മുടെ പഴയ ക്യാം സ്കാനർ അല്ല. കാരണം ഇന്ത്യയിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇവർ പോയപ്പോൾ, ക്യാം സ്കാനറിനെ പഠിച്ച് പുറത്താക്കിയപ്പോൾ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയത് ഇതിനേക്കാൾ നല്ലത് മൊബൈൽ സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന മറ്റൊന്ന് അഡോബ് സ്കാനറാണ്. അഡോബ് സ്കാൻ എന്ന് പറയുന്നത്, ഇതും ആ പർപ്പസിന് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അഡോബ് സ്കാൻ ആയാലും മതി. ഡോക്യുമെന്റിനൊക്കെ ഒരു സ്കാനിങ്ങിൽ, ഇതിപ്പോൾ സ്കാൻ ചെയ്യാനാണ് 4 ഡോട്ട്സ് കടന്നിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ വേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നല്ല ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിനെ നമുക്കൊരു PDF ആയിട്ട്, ഇപ്പോൾ അതിൻ്റെ എഡ്ജുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ കൃത്യം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊക്കെ വെക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്താൽ അതിനെടുത്ത് നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അതിൻ്റെ ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഫോട്ടോയിലുള്ളത്. അത് ഗൂഗിൾ ഫോട്ടോ വേറൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണ്ടല്ലോ, ഗൂഗിൾ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഓൾറെഡി കിടക്കുകയാണ്. പിന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്, അതിന് പറ്റുന്ന കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ മറ്റൊന്നാണ് ടെക്സ്റ്റ് സ്കാനർ. ടെക്സ്റ്റ് സ്കാനറിൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ മതി. പക്ഷെ അത് അത്ര പെർഫെക്റ്റ് അല്ല. ഈവൻ ഗൂഗിളിന്റെ അത്ര പെർഫെക്റ്റ് അല്ല മറ്റു മിക്കവാറും ആപ്ലിക്കേഷൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഇതിന്നൊരു ഫോട്ടോ എടുക്കുന്നു, അതിനെ ഫോട്ടോ എടുത്ത ഉടനെ തന്നെ അതിനെ റീഡ് ചെയ്തിട്ട് പുള്ളി ടെക്സ്റ്റ് ഒക്കെ അതിലത്തെ ടെക്സ്റ്റിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് തരും. ബട്ട് ദാറ്റ് കൺവേർഷൻ ഈസ് നോട്ട് സോ ഗുഡ്. അതിൽ നോ ടെക്സ്റ്റ് എന്നാണ് പുള്ളിക്ക് കിട്ടിയത്. അതിന്റെ ഓറിയന്റേഷൻ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടോ ഞാൻ പറയുന്നത്. അതിന്റെ പർപ്പസിനൊന്നും വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നോക്കി പോകേണ്ട കാര്യമില്ല.
അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗൂഗിൾ ഫോട്ടോ തന്നെ. ഗൂഗിൾ ഫോട്ടോയിൽ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ താഴെയുള്ള ഈ മൂന്നാമത്തെ ഐക്കൺ ഗൂഗിൾ ലെൻസ്. ഈ ഗൂഗിൾ ലെൻസിന്റെ ആക്ച്വൽ ഉപയോഗം ഇതല്ല. ഗൂഗിൾ ലെൻസിന്റെ ആക്ച്വൽ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു എംബ്ലം കാണുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഓബ്ജക്റ്റ് കാണുന്നു. ഈ ഓബ്ജക്റ്റ്, ഇപ്പൊ ഈ കാണുന്ന ഓബ്ജക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാനൊരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അത് ഗൂഗിൾ ഫോട്ടോയിൽ എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. വന്നില്ലേ? വന്നല്ലോ. ഓക്കെ, ഇതിൽ ഈ ഓബ്ജക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അതിന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആക്ച്വലി ഗൂഗിൾ ലെൻസ് തരുന്നത്. അപ്പൊ സിമിലർ ഇമേജസ്, US മിലിറ്ററിയിൽ ഏതാണ്ട് ഇതേപോലത്തെ ഇമേജ് ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് വേറൊരു ഇമേജ് കൂടി അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഓക്കെ, ഇത് ഫേക്ക് ഡിപ്ലോമ സർവീസ് ഒക്കെ പറയുന്ന ഏതിന്റെ ഒരിക്കൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത ഇമേജുമായിട്ട് ബന്ധമുള്ള ഇമേജുകളെ സിമിലർ ഇമേജുകളെ ഐഡന്റിഫൈ ചെയ്ത് തരുകയാണ് ഗൂഗിൾ ലെൻസ് ചെയ്യുക. പക്ഷെ ആക്ച്വലി നമ്മൾ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് ഫോട്ടോ എടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ ഗൂഗിൾ ലെൻസ് ആ ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാനുള്ള ഫീച്ചർ കൂടി തരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് കൂടി മൊബൈൽ ഫോണിൽ പറഞ്ഞിട്ട് നമുക്ക് ലാപ്ടോപ്പിലേക്ക് പോവാം. അതിനിടയ്ക്ക് അവരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചൈന ഫോൺ യൂസ് ചെയ്യുന്നതും ചൈനീസ് ആപ്പ് യൂസ് ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ട്. അതെന്താ കാര്യം എന്നറിയാമോ അപർണ? നമ്മൾ ഒരു ചൈനീസ് ഫോൺ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ചൈനീസ് ഫോണുകൾ ഇപ്പൊ ഇന്ത്യയിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ റെഡ്മിയും പോക്കോയുമാണ് ഫുള്ളായിട്ടുള്ള ചൈനീസ് ഫോൺ. ഓക്കെ, പിന്നെ വിവോ, ഓപ്പോ, റിയൽമി, ഇത് ബ്ലാക്ക് അല്ല, അതിൽ വൺ പ്ലസ് എന്ന് പറയുന്നത്, ഈ 4 ഫോണുകളും ഒരേ കമ്പനിയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓപ്പോ വാങ്ങണോ വിവോ വാങ്ങണോ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര സംശയമാവും. പക്ഷെ ഓപ്പോ ആയാലും വിവോ ആയാലും റിയൽമി ആയാലും വൺ പ്ലസ് ആയാലും ഒരേ കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. അതിൽ വൺ പ്ലസ് ആണ് അവരുടെ ടോപ്പ് ബ്രാൻഡ്. അത് കഴിഞ്ഞ് വിവോ വരും, അത് കഴിഞ്ഞ് ഓപ്പോ വരും, അതിൻ്റെയും താഴെ റിയൽമി. അതേപോലെ ഷവോമി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് മീ, റെഡ്മി, ഓപ്പോ എന്ന് പറയുന്ന 3 ഫോണുകൾ. ഇത് ഈ ഇത്രയും ബ്രാൻഡുകളാണ് പൂർണ്ണമായിട്ടും ചൈനീസ് ബ്രാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ആണ്. പക്ഷെ അവരുടേതായിട്ടുള്ള, അവർക്ക് ഇതേപോലെ ഡാറ്റ കിട്ടാൻ വേണ്ടി, പറഞ്ഞ പേടിക്കുന്ന പോലെ അവർക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അതിലിട്ടിട്ടുണ്ടാവും. അതിനെ ബ്ലോട്ട് വെയേഴ്സ് എന്ന് പറയും. ബ്ലോട്ട് വെയേഴ്സ് മിക്കവാറും ഈ ഷവോമി ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ അഡ്വർടൈസ്മെന്റ് വരുന്നതൊക്കെ ഈ ബ്ലോട്ട് വെയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ആ ബ്ലോട്ട് വെയേഴ്സിനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതിനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ അവർക്ക് കിട്ടുന്നതിൽ പിന്നെയും കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. എന്തായാലും ആൻഡ്രോയിഡ് വഴി ഡാറ്റ അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, കാരണം ആൻഡ്രോയിഡിന്റെ സെക്യൂരിറ്റി അതാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ചൈനീസ് കമ്പനികളൊക്കെ ഉള്ള ഒരു നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നിർദ്ദേശം, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് അറ്റ്ലീസ്റ്റ് ഒരു ലേബലെങ്കിലും ഉണ്ടാവണം ഇവിടെ സെയിൽ ചെയ്യണമെങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, മിക്കവാറും കുറെ കമ്പനികളൊക്കെ ഇന്ത്യയിൽ തന്നെ ഫാക്ടറികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ചൈനീസ് കമ്പനി തന്നെയാണ്. ബട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പോക്കോ ഫോണോ റിയൽമി ഫോണോ റെഡ്മി ഫോണൊക്കെ വാങ്ങണമെങ്കിൽ അതിന്റെ ബോക്സിന്റെ മേലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അപ്പോ ഈ സേഫ്റ്റി ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാവുന്ന വഴികൾ, സേഫ്റ്റി അഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന വഴികൾ, അതിലെ ബ്ലോട്ട് വെയേഴ്സ് എടുത്ത് കളയാന്നുള്ളതാണ്. അപ്പൊ ബ്ലോട്ട് വെയർ ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പോക്കോ ഫോണില് അല്ലെങ്കിൽ റെഡ്മി ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബ്ലോട്ട് വെയറിനൊരു വലിയ ഫേമസ് എക്സാമ്പിൾ ആണ്. എന്താണ് അതിന്റെ പേര് എന്ന് വെച്ചാൽ, നമ്മൾ പ്ലേ സ്റ്റോറിന് പകരം ഗെറ്റ് ആപ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഗെറ്റ് ആപ്സ് പറയുന്നത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ കഴിയില്ല. പക്ഷെ അവരുടെ ഒരു ഇൻബിൽറ്റ് പ്ലേ സ്റ്റോർ ആണ്. ആ ഇൻബിൽറ്റ് പ്ലേ സ്റ്റോർ വഴി നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് അവർക്കൊരു ഡാറ്റ കിട്ടും. അവർക്ക് അപ്പോൾ അതും ആ ഡാറ്റ മാത്രം മതി. അതിനനുസരിച്ചിട്ട് വേണം അവർക്ക് പുതിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ. ആക്ച്വലി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അവർ തന്നെയാണ്. നിങ്ങളിപ്പോൾ ആശ ടീച്ചർ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പ്രസന്റേഷൻ ഭംഗിയായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ഹലോ, സൗണ്ട് കട്ടായിരുന്നു.
ലെഫ്റ്റ് ദ മീറ്റിംഗ് പ്രസന്റേഷൻ പോയിസ് അല്ലേ? ഞാൻ മൊബൈൽ മീറ്റിംഗ് ലെഫ്റ്റ് ദ മീറ്റിംഗ് വന്നിരുന്നു. എനിക്കിപ്പോ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനില്ല. ആദ്യം കുറച്ചുനേരം അതില് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ഞാൻ ഓഡിബിൾ ആണല്ലോ? യെസ് സർ, ഓഡിബിൾ ആണ്. ഇടയ്ക്ക് മീറ്റിംഗ് കേട്ടെ എന്താ പറയാവുന്നത്? WPS ഓഫീസ്. WPS ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ മിക്കവാറും പേര് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളിപ്പോ നമ്മുടെ സെഷനിൽ ഒരു ദിവസത്തെ സെഷനിൽ ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നുണ്ട്. ആക്ച്വലി WPS ഓഫീസ് അല്ല നമ്മൾ പരിചയപ്പെടുത്തുക, അതിന് പകരം മൈക്രോസോഫ്റ്റ് ഓഫീസ് ആയിരിക്കും. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോണിൽ കിട്ടും. WPS ഓഫീസിന്റെ അതേ സ്വഭാവമുള്ളത്. WPS ഓഫീസ് ആണ് കുറച്ചുകൂടി സിമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നാം. ദാറ്റ് ഇസ് ട്രൂ. ബട്ട് അത് ചൈനീസ് ആപ്ലിക്കേഷൻ തന്നെ. അപ്പൊ ആ ചൈനീസ് ആപ്ലിക്കേഷൻ ഇതുവരെ നിരോധിച്ചിട്ടില്ല. അത് പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലെ WPS ഓഫീസ് എന്ന് പറയുന്ന EPS അല്ല, WPS. WPS ഓഫീസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഒരു എന്താണ് അവൻ വേറെ എവിടെ കിടക്കുന്നത്? ഈ ബുക്സിലാണ് കിടക്കുന്നത്. ഈ ഒരു W അടയാളമുള്ള ആപ്ലിക്കേഷൻ ഇത് ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോക്കോ ഫോണിലും ചിലപ്പോൾ റിയൽമി, റെഡ്മി ഫോണുകളിലൊക്കെ തന്നിട്ടുണ്ടാവും. ഇതൊരു ചൈനീസ് ആപ്പാണ്. പക്ഷെ അതിൽ നമുക്ക് പവർ പോയിന്റ്, വേർഡ്, എക്സൽ ഷീറ്റ് ഒക്കെ ചെയ്യാം. അത് സൈസ് കുറവാണ്. പക്ഷെ ഇപ്പൊ ഇതുവരെ നിരോധിച്ചിട്ടില്ലെങ്കിലും വേണം, ഇതിലെ ഇഷ്യൂസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നിരോധിക്കാത്തതെന്ന് വിചാരിക്കുന്നു. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷനാണ് വെറും ഓഫീസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നാളെ ആകുമ്പോഴേക്കും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചോളൂ. കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിലാണ് പറയാം. ഇതിൽ നമുക്ക് സുഖമായിട്ട് പവർ പോയിന്റ്, വേർഡ്, എക്സല് ഒക്കെ ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ് ഫോൺ ആണെങ്കിൽ സാംസങ് ചിലപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഇത്രയും ആപ്ലിക്കേഷൻസ് ഇൻബിൽറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. പവർ പോയിന്റ്, എക്സല്, വേർഡ് എന്നുള്ളത് വേറെ വേറെ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസ് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. അല്ലാത്ത ഫോണുകളിലാണ് ഓഫീസ് കുറച്ചുകൂടി സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. മറ്റേ 3 സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കുറച്ച് ഹെവിയാണ്. പക്ഷെ ഓപ്ഷൻസും വ്യത്യാസമുണ്ട്. കൂടുതൽ ഓപ്ഷൻസ് അതിലുണ്ട്. അപ്പൊ ഇതിൽ നമുക്കൊരു പവർ പോയിന്റ് ഉണ്ടാക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പവർ പോയിന്റ്, ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കിവിടെ ഇപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 40+ ഉള്ള ഒരാളോട് പവർ പോയിന്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ ഇതിലെങ്ങനെയാ പവർ പോയിന്റ് ഉണ്ടാക്കുന്ന പുള്ളി ചോദിക്കും. ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് കൊണ്ടുവരും, എന്നാലും അതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർ വളരെ സുഖമായിട്ട് ഇതിൽ എത്ര സ്ലൈഡ് വേണമെങ്കിൽ ആഡ് ചെയ്യും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് വേറെ കളർ ആക്കണമെങ്കിൽ അത് അവർ ചെയ്യും. കാരണം അവർക്കിപ്പോൾ അതിന്റെ ഓപ്ഷൻസ് അറിയാം, എവിടേക്കാണ് അത് ഇരിക്കുന്നത്. നമുക്കത് ഡിജിറ്റൽ ഇമിഗ്രൻസ് പറയുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ. ഇതിലും നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലെ എല്ലാ ഓപ്ഷൻസും ഇതിലും ഉണ്ട്. ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഇൻസേർട്ട് ടേബിൾ, പിക്ചർ, വീഡിയോ, ഓഡിയോ, ഷേപ്സ്, ടെക്സ്റ്റ് ബോക്സ്, ഇതൊക്കെ തന്നെയാണ് ലാപ്ടോപ്പിൽ ഉപയോഗിച്ചിട്ടും അവർ ചെയ്യുന്നത്. അതേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും ചെയ്യാം. ഞാനിപ്പോൾ നോക്കാൻ വന്നതല്ല, എൻ്റെ ഡിസൈൻ, സ്ലൈഡ് ഡിസൈൻ, ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കളേഴ്സ്. ഓക്കെ, കളേഴ്സ് ചേഞ്ച് ചെയ്ത് അതോ തീം മാറ്റാനുള്ള നല്ല തീമുകൾ വരണമെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ഗുഡ് തീം. ഓക്കെ, ഇതേപോലെ പവർ പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. അത് കഴിഞ്ഞ് സ്ലൈഡ് ഷോ കൊടുക്കാൻ നമ്മൾ ഏതായാലും കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ തന്നെ സ്ലൈഡ് ഷോ കാണാൻ
ഇത് മതി, ഈ ഒരു ആപ്ലിക്കേഷൻ മതി. ഞാനൊന്നും ആഡ് ചെയ്തില്ല, ബ്ലാങ്ക് സ്ലൈഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു സെഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ. ഓക്കെ, മറ്റെന്തെങ്കിലും കൂടി ഉണ്ടോ പറയാൻ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒന്ന് പരിചയപ്പെടുത്താം. മൊബൈൽ ഫോണിലെ കുറച്ച് ആപ്ലിക്കേഷൻ ഒരു സാധ്യത നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ പരിചയപ്പെടുത്തുന്നില്ല. എന്നാലും ഇത്രയധികം സാധ്യതകൾ മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് പറയാം. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിയൽ വേൾഡിലേക്ക് വെർച്വൽ ഓബ്ജക്റ്റുകൾ കൊണ്ടുവരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഈ റൂമിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ റൂമിൽ എനിക്കൊരു കടുവയോ പുലിയോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. കുറേയധികം അഡ്വർടൈസ്മെന്റ് അവർ കൊണ്ടുവന്നിരിക്കുന്നു. പണ്ട് ഇത്രയധികം അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നില്ല. അഡ്വർടൈസ്മെന്റ് ഇല്ലാത്തതുണ്ടോ നോക്കട്ടെ. ടൈഗറിനെ കാണാനില്ല. എലിഫന്റിനെ ഞാൻ ഇരുന്നപ്പോൾ പരസ്യം കാണണം എന്നല്ലോ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. വോൾഫ് ഇതില്ലാതെ വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിൽ, എൻ്റെ റൂമാണ് ഇപ്പോൾ കാണുന്നത്. ഈ റൂമിൻ്റെ ഉള്ളിൽ ഒരു വോൾഫ് ഓടി പോകുന്നുണ്ട്. നിൽക്കാൻ സമയമില്ല, അവന് ഓടിപ്പോയി. വേറൊരാളെ അധികം ഓടാത്ത ആരെങ്കിലും വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട്, യെസ്. അപ്പൊ ഇത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ടൂളുകളിലെ ഒരെണ്ണമാണ് ഇപ്പൊ ഈ പരിചയപ്പെടുത്തിയ AR ലൂപ്പ എന്ന് പറയുന്നത്. എൻ്റെ റൂമിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷെൽഫൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ആ റൂമിലാണ് ഇപ്പൊ ഇവൻ എയറിൽ നിന്നിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. AR ലൂപ്പ് അതിലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. AR ലൂപ്പ് മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ്. എൻ്റെ സൗണ്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ പറയണം കേട്ടോ, പറഞ്ഞാൽ ഞാൻ കേൾക്കുമോ? സൗണ്ട് ഓക്കെ, കേൾക്കാം. AR ലൂപ്പ് ഇതിൽ ഒരു ആപ്ലിക്കേഷനാണ്. ഇതേപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. 3D സ്കാനർ, അനാട്ടമി, 3D, AR സോൺ, അസംബ്ലർ എഡു എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ AR ആപ്ലിക്കേഷൻസ് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൽ കാണാം. അതിൽ അഗെയിൻ ഇവിടെയും ഗൂഗിൾ ആണ് ഏറ്റവും വലിയ പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്. ഗൂഗിളിന്റെ ആ ആപ്ലിക്കേഷന്റെ പേര് എക്സ്പെഡിഷൻസ് എന്നാണ്. എക്സ്പെഡിഷൻസ് പറയുന്നതിൽ ഒരുപാട് മില്യൺസ് ഓഫ് ഓബ്ജക്ട്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ ഓബ്ജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞു ഇതേപോലെ ധാരാളം ഒബ്ജക്റ്റുകൾ കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന ഒബ്ജക്റ്റ്, ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന ഒബ്ജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. ഡാവിഞ്ചിയുടെ ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞ് ഇത് ഡൗൺലോഡ് ടു വ്യൂ ഗൈഡ്, വ്യൂ AR ഒബ്ജക്റ്റ്. ഓക്കെ, അത് ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ, ക്യാൻസൽ ചെയ്യാൻ മതി. അപ്പോൾ ഡാവിഞ്ചിയുടെ ഇൻവെൻഷൻസ് എനിക്കിപ്പോൾ ഈ റൂമിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് എനിക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ മാത്രമല്ല, അതൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. അതിലിപ്പോൾ 8 ഒബ്ജക്ട്സ് ആണ് അതിലുള്ളത്. എൻ്റെ നെറ്റ് സ്പീഡ് അത്ര പോരാ. എൻ്റെ ഒരു വ്യൂ ഇൻ AR, ഇപ്പം ഈ ഒരു ഏരിയയിലായിട്ട് ഞാൻ അതിനെ പ്ലേസ് ചെയ്യാൻ പോവാണ്. ബാറ്ററി ഓക്കെ, ഡാവിഞ്ചിയുടെ റിനൈസൻസ് മാൻ, ലീകോപ്റ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ. ഇതൊക്കെ ഇപ്പം എൻ്റെ മുറിയിലെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ജയന്റ് ക്രോസ് ബോ, യെസ്. കനാൽ ലോക്ക് പോട്ടെ. സെൽഫ് പ്രൊപ്പൽഡ് കാർട്ട്, ഇത് രസമില്ല. സെൽഫ് പ്രൊപ്പൽഡ് കാർട്ട് അത് രസമാണ്. ഒരു കാറ് പുള്ളി അന്ന് പണ്ടേ ഡിസൈൻ ചെയ്തതാണ്. ഡാവിഞ്ചിയുടെ കാലത്ത് തന്നെ പുള്ളി ഒരു കാറ് ഡിസൈൻ ചെയ്തതാണ്, കാർ എങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ ആ കാറിൻ്റെ ഉള്ളിലെ ഗിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ആപ്ലിക്കേഷൻ. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ സൈക്കിൾ നിങ്ങൾക്ക് കാണാം. സൈക്കിളിൻ്റെ ഇപ്പുറത്ത് അവിടെ ഡാവിഞ്ചിയുടെ കാറും കാണാം. ഇനി ആർമേഡ് ടാങ്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ടാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞേക്കാൻ മുന്നേ തന്നെ ഡാവിഞ്ചി ടാങ്ക് ഡിസൈൻ ചെയ്തതാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ടാങ്ക് പുള്ളി മരം കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ AR ആണ്, ഓഗ്മെന്റഡ് റിയൽ ഒബ്ജക്റ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള
ആപ്ലിക്കേഷൻസ്, AR ആപ്ലിക്കേഷൻസ് ഒരു വലിയ സെറ്റ് തന്നെ പ്ലേ സ്റ്റോറിലുണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ദെൻ ഓഡിയോ ആപ്സിലെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾ ഓഡാസിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ടാവും. അതിൽ സൗണ്ട് ചേഞ്ച് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതൊക്കെ കിട്ടും. അതിന് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലെക്സിസ് ഓഡിയോ എഡിറ്റർ. നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും എക്കോ ആഡ് ചെയ്യാനോ റിവേഴ്സ് ചെയ്യാനോ ആംപ്ലിഫൈ ചെയ്യാനോ പിച്ച് ചേഞ്ച് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലെക്സിസ് ഓഡിയോ എഡിറ്റർ. അതൊന്നും എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ബാങ്കിങ് പോട്ടെ, ബ്ലോഗേഴ്സ് പോട്ടെ, കാളിങ്, കമേഴ്ഷ്യൽ, ഗൂഗിൾ, ഇമേജ് എഡിറ്റേഴ്സ്. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഇമേജ് എഡിറ്ററാണ് മലയാളം ഇമേജ് എഡിറ്റർ. നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെയിം ആപ്ലിക്കേഷൻ. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഗുഡ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. ഇത് ട്രോൾ മേക്കറാണ്. ട്രോൾ മേക്കർ ആണെങ്കിലും പക്ഷെ ഇതുകൊണ്ട് നമുക്ക് നല്ല പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് മലയാളം ഇമേജ് എഡിറ്റർ. ദെൻ പിന്നെ സ്നാപ്സീഡ്, ഫോട്ടോ പിക്ചർ റീസൈസ്. നിങ്ങൾക്ക് നമ്മൾ PSCയുടെ ഒക്കെ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ ഇത്ര MB സൈസിലേക്ക് ഫോട്ടോയുടെ സൈസ് കുറയ്ക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ പിക്ചർ റീസൈസർ എന്ന് പറയുന്നത്. പിന്നെ ചിത്രം വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ബാംബു പേപ്പർ എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് ആപ്സ്, നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ എന്തായാലും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഇഗ്നോ. ഇഗ്നോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് B.Edന്റെ ഒക്കെ നല്ല നോട്ട്സ് കിട്ടും. ഇതിൽ ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ട് അതിൽ B.Ed അങ്ങനെ എന്തൊരു എഡ്യൂക്കേഷനാണ് ഇപ്പോൾ. ഇപ്പോൾ അതിൻ്റെ സൈറ്റിൽ എന്തോ ഒരു ലാഗ് വന്നിട്ടുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ മതി. ഇഗ്നോ അതിൽ MSCയുടെയും MAയുടെയും MSCയുടെയും B.Edന്റെയും M.Edന്റെയും ഒക്കെ നോട്ടുകൾ അവൈലബിൾ ആണ്. ദെൻ അതിലെ മൂഡിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയപ്പെടുന്നുണ്ടാവും ഫോട്ടോ മാത്ത്. വളരെ രസകരമായിട്ടൊരു ആപ്ലിക്കേഷനാണ്, മാത്സുകാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ മാത്ത്. ഫോട്ടോ മാത്തിന് ചെയ്യണമെങ്കിൽ 1 സെക്കൻഡ്, എനിക്കൊരു പെന്നിൻ്റെ ആവശ്യമുണ്ട്. പെൻ, നോ പെൻ വിത്ത് മീ. ഓഡിബിൾ അല്ലേ? ഇങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല. Yes, sir. ഓക്കെ. ഒരു പെണ്ണെടുത്തുകൊണ്ടെന്ന് ഇവിടെയൊക്കെ കുറെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് അടച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു പഴയ ഓർമ്മയിലൊരു മാത്തമാറ്റിക്സ് ഫോർമുല എഴുതി വെച്ചതാണ്. 2πr√3. ശരിയാണ്? അങ്ങനെ ഫോർമുല കറക്റ്റ് ആവോ? 2π3r ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തു. 10.8828r. നിങ്ങൾ മാത്സുകാർ എന്തെങ്കിലും ഒരു എന്താ പറയുക ലൈൻ വരുന്ന എന്ത് ലൈനൊക്കെ പറയാം, പാരബോള ലൈൻ വരുന്ന ഒരു ഇക്വേഷൻ ഒക്കെ പറയാം. അപ്പോൾ അതിന്റെ സോൾവിങ് സ്റ്റെപ്പ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ആരുമില്ലേ? മാത്സുകാരും ഇല്ലേ? എല്ലാവരും പോയോ? y² = 4ax. y² = 4ax. ഓക്കെ. അത് ഞാൻ ടൈപ്പ് ചെയ്ത് എഴുതിയത് അങ്ങനെ തന്നെ റീഡ് ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫോട്ടോ മാത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുക, ഓൺ ആക്കുക, നമ്മൾ എഴുതിയതിനെ നേരെ ഫോക്കസ് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ എഴുതിയത് കറക്റ്റായിട്ട് വി ക്യാൻറ്റ് സോൾവ് ദിസ് പ്രോബ്ലം യെറ്റ് ബട്ട് ഇറ്റ് വിൽ സൂൺ ആണ് കാണിക്കുന്നത്. ഇത് പാരബോളയുടെ ലൈൻ ഇക്വേഷൻ തന്നെയാണോ? അതെ സർ. അപ്പോൾ അവനെ ഞാൻ എഴുതിയതിൻ്റെ പ്രശ്നം കൊണ്ടാണോന്ന് അറിയില്ല, ഈ രീതിയിൽ റീഡ് ആയിട്ടില്ല. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x + y = 1 എന്നോ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊടുത്താൽ മതിയല്ലോ. അല്ല, ഓക്കെ, ഒന്ന് പറഞ്ഞേ. എക്സാമ്പിൾ x + y = 1. x + y = 1 കിട്ടോ? എൻ്റെ y റീഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊക്കെയോ അല്ല, പുള്ളി എന്തൊക്കെയോ റീഡ് ചെയ്തിട്ടുണ്ട്. സോൾവിങ് സ്റ്റെപ്സ് ഒക്കെ വന്നിട്ടുണ്ട്.
അത് കഴിഞ്ഞ് വല്ല ലൈനും വന്നിട്ടുണ്ടോ? ഇത് ചെയ്യേണ്ടത് ആരാന്ന് വെച്ചാൽ നിങ്ങൾ മാത്സുകാർ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന് വല്ലതൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. എക്സ് പ്ലസ് വൈ മൈനസ് 1 = 0 എന്നൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണോന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ. അതേപോലെ പിന്നെ അഗെയിൻ ലേണിങ്ങിന് പറ്റുന്ന കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്കൂൾ പ്ലാനർ, പ്ലിക്കേഴ്സ്, സ്വയം എന്നൊക്കെ പറയുന്നത്. ഓരോന്നും പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ദെൻ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ലോഗോ പിക് പ്ലസ്, ടെക്സ്റ്റ്ഗ്രാം, സ്പാർക്ക് പോസ്റ്റ്. ക്യാൻവയും കുഴപ്പമില്ല. അതിൽ സ്പാർക്ക് പോസ്റ്റ് ആണ് എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അഡോബ് സ്പാർക്ക് പോസ്റ്റ്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. ദെൻ ഇതൊക്കെ ഞാനിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയ പോസ്റ്ററുകളാണ്. എന്തെങ്കിലും പർപ്പസ് ഒക്കെ വരുമ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കി ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ പോസ്റ്റർ ഒന്നും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒന്നും പുറത്ത് പോകണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ തോട്ട് ഫോർ ദ ഡേ ഒക്കെ നടത്തുന്നില്ലേ, നിങ്ങളുടെ ഓരോ തോട്ട് ഫോർ ദ ഡേ പ്രോഗ്രാമിനും ഇതേപോലെ ഓരോ എന്താ പറയുക പോസ്റ്റർ ഉണ്ടാക്കി നോക്കി വെക്കാം. ആരാണോ പ്രസന്റ് ചെയ്യുന്ന അയാളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. ദെൻ അതേപോലെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ടെക്സ്റ്റ്ഗ്രാം. ടെക്സ്റ്റ്ഗ്രാമും അതെ നല്ല ഭംഗിയായിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ. അങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും കുറേ അധികം പറയാനുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ പ്രസന്റ് ചെയ്യാം. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐറ്റം എല്ലാം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ? അയ്യോ, എനിക്കത് മനസ്സിലായില്ല. അഭിഷേകിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആപ്ലിക്കേഷന്റെ ഒറിജിൻ ആണോ ഉദ്ദേശിച്ചത്? അല്ല, മിക്കവാറും ആപ്ലിക്കേഷൻ്റെ ഒക്കെ അടുത്ത് എഴുതിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എന്താ ചൈനീസ് ആപ്സ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ മറുപടികൾ കിട്ടും. ആ മറുപടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും അത് ചൈനീസ് ആപ്പ് ആണോ എന്നുള്ളത്. കഴിഞ്ഞ ആ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പേപ്പറിലൊക്കെ ഇതിന്റെ വലിയൊരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ തന്നെ പക്ഷെ ഇപ്പൊ പ്ലേ സ്റ്റോറിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പിടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. y = mx + c സോൾവിങ് സ്റ്റെപ്സ്, എക്സ്പ്ലെയിൻ സ്റ്റെപ്സ്. ഇവിടെ ലൈൻ വരച്ചൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് ഗ്രാഫൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ദെൻ അഭിഷേക്, ഞാൻ ചൈന ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിത്തിങ് മോർ? സർ അരുൺ ഹിയർ. സർ AR ലൂപ്പ് പോലെ വേറൊരു സാർ പറഞ്ഞില്ലേ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഒരു ആപ്ലിക്കേഷൻ, അത് ഒന്നുകൂടി പറയും. എക്സ്പെഡിഷൻസ്. മറ്റെന്തെങ്കിലും ഇന്ന് ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നാളെ കൂടാം. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയോ, അതോ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണോ? പ്ലീസ് ഗിവ് മീ എ റെസ്പോൺസ്. സെഷൻ ഇരിക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ? അതല്ല, നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിജിറ്റൽ നാറ്റീവ്സും അല്ല, അതിനേക്കാളും എക്സ്പേർട്ടുകളാണ്. അപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും
ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ സെഷന്റെ ലാസ്റ്റേ സംഭവിച്ചുള്ളൂ. സംഭവിച്ചു പറഞ്ഞല്ല, കറണ്ട് പോയി. പവർ ഫെയിൽ. കുറച്ചേരൊന്നും കേൾക്കണ്ടായിരുന്നു. സാറ് ഞങ്ങളുടെ മൂത്തൊന്ന് അതെ, എടുക്കുമ്പോ എല്ലായ്പ്പോഴും ഉണ്ട് ട്ടോ സാറേ ഇത്. മുൻപത്തെ ഓർമ്മയുണ്ടോ? അതെ അന്നുണ്ടായിരുന്നു. യെസ്. സാറേ അങ്ങനെയാണെങ്കിൽ അല്ല അന്ന് വൈഫൈ കട്ടായി പോയതാ. അന്ന് കറണ്ട് ഉണ്ടായിരുന്നു. റോഡിലൊക്കെ നിന്നിട്ട് സാർ ക്ലാസ് എടുത്തു. ശരി. അല്ല, ഇവിടെ പക്ഷെ ഞാൻ പവർ ഫെയിലിയർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്കിപ്പോ ഇവിടെ ഇത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്, ഇൻവെർട്ടർ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആ ഒരു ഇഷ്യൂ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് പോവാം. ഇവിടെ നെറ്റ് നല്ല സ്പീഡാ. അതിനുവേണ്ടി ഞാൻ റോട്ടിൽ പോയി നിൽക്കേണ്ടി വരില്ല എന്ന് മാത്രം. മൊബൈൽ നെറ്റ് സംവാട്ട് ഗുഡ്. ഓക്കെ. സാർ അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ബാക്കി സംശയങ്ങളൊക്കെ നാളെ കുട്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ ബൈ. So we have come to the end of this orientation section, and now it was such an interesting, sir. Thank you, sir. Now I invite Jwala from English for the vote of thanks. Jwala, please. Good evening to all. I deem it a great honor and privilege to propose the vote of thanks for education. First of all, start by giving glory to the Almighty God for making today's session a success. First and foremost, I thank our resource person, Assistant Professor Dr. K.S. Sarjan, who spent his busiest time teaching us. It is really honorable to get to know about OCR, AR apps, Office, Gboards, and all. I'm pretty sure the precious knowledge that he gave us will definitely help in our studies and future. I thank our principal, Dr. Asha Oz, for giving a warm inaugural speech. And I thank Hira ma'am and all the teachers for organizing this fruitful session. I would also like to thank Abarna KR for the prayer and Alka Matthew from English for comparing and introducing this session. Last but not the least, I thank you, my friends, for paying your attention and learning. Once again, I thank all for your cordial cooperation. Thank you.